നമസ്കാരം. ഷെക്കീന ബിഗ് ഡിബേറ്റിലേക്ക് സ്വാഗതം. ആശങ്ക ജനിപ്പിക്കുന്ന ചില വാർത്തകളാണ് ഈ കഴിഞ്ഞ ദിവസം കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും നാം കേട്ടത്. ഒരു സ്ഥലത്ത് ഒരു വിദ്യാർത്ഥി സ്വന്തം അധ്യാപകന് നേരെ കൊലവിളി നടത്തുന്നു. മറ്റൊരിടത്ത് ഒരു യുവാവ് സ്വന്തം അമ്മയെ വെട്ടിക്കൊല്ലുന്നു. ആ വെട്ടിക്കൊല്ലുന്നതിന് കാരണമായി ആ യുവാവ് പറഞ്ഞത് ജന്മം തന്നതിനുള്ള പ്രതികാരമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു പ്രവൃത്തി ചെയ്തത് എന്ന്. എന്താണ് നമ്മുടെ യുവ തലമുറയ്ക്ക് പറ്റിയത്? എന്താണ് നമ്മുടെ വിദ്യാർത്ഥി സമൂഹത്തിന് പറ്റിയത്? ഒരു കാലഘട്ടത്തിൽ അധ്യാപകരും വിദ്യാർത്ഥികളും തമ്മിൽ വളരെ ആരോഗ്യകരമായിട്ടുള്ള ഒരു ബന്ധം നിലനിന്നിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. അധ്യാപകരെ വളരെ ആദരവോടെയും ബഹുമാനത്തോടെയും കണ്ടിരുന്ന ഒരു വിദ്യാർത്ഥി സമൂഹം. എന്നാൽ ആ ഒരു മനോഭാവത്തിന് വലിയ രീതിയിലുള്ള ഒരു അപജയം ഇന്ന് സംഭവിച്ചിരിക്കുന്നു. വിദ്യാർത്ഥികളെ പേടിച്ച് പഠിപ്പിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് പലപ്പോഴും അധ്യാപകർ മാറുന്നതായുള്ള ഒരു ആശങ്ക ശക്തിപ്പെടുകയാണ്. ഈ സാഹചര്യത്തിലാണ് ഇന്ന് ഷെക്കീന ബിഗ് ഡിബേറ്റ് ഈ ഒരു ചർച്ച സംഘടിപ്പിക്കുന്നത്. ഇന്ന് ഈ ചർച്ചയിൽ നമ്മോടൊപ്പം ചേരുന്നു ഫാദർ ജോൺസൺ പാലപ്പള്ളി CMA. അദ്ദേഹം ഒരു സ്കൂൾ പ്രിൻസിപ്പളാണ്. ഒപ്പം സാമൂഹ്യ നിരീക്ഷകൻ ഫാദർ റോയ് കണ്ണഞ്ചിറ CMA. ഒപ്പം കാത്തലിക് ടീച്ചേഴ്സ് ഗിൽഡ് സംസ്ഥാന പ്രസിഡന്റ് ശ്രീ ടോം മാത്യു. അദ്ദേഹം ഒരു അധ്യാപകൻ കൂടിയാണ്. മൂന്നുപേർക്കും ഈ ഒരു ചർച്ചയിലേക്ക് സ്വാഗതം. ആദ്യം ഫാദർ ജോൺസൺ പാലപ്പള്ളി CMA, ഞാൻ പറഞ്ഞതുപോലെ അങ്ങ് ഒരു സ്കൂൾ പ്രിൻസിപ്പൽ കൂടിയാണ്. ഇപ്പോഴത്തെ ഒരു തലമുറയുടെ ആ ഒരു പൾസ് കൃത്യമായിട്ടും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിത്വം കൂടിയാണ് അങ്ങ്. എൻ്റെ ആദ്യത്തെ ചോദ്യം, എന്താണ് യഥാർത്ഥത്തിൽ നമ്മുടെ വിദ്യാർത്ഥി സമൂഹത്തിന് പറ്റിയത്? പലപ്പോഴും പല വാർത്തകളൊക്കെ കാണുമ്പോൾ മനസ്സിൽ വലിയ രീതിയിലുള്ള ഒരു സങ്കടം, ഒരു ആശങ്ക കേരളത്തിലെ പൊതുസമൂഹത്തിൽ വരുന്നുണ്ട്. ഒരു കാലഘട്ടത്തിൽ വിദ്യാർത്ഥികളും അധ്യാപകരും തമ്മിൽ വളരെ ആരോഗ്യകരമായ ബന്ധം നിലനിന്നിരുന്നു. പക്ഷേ ഇന്ന് അക്ഷരാർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾ ഒരു കയറൂരി അവരെ വിട്ടിരിക്കുന്ന ഒരു അവസ്ഥ, വിദ്യാർത്ഥികളുടെ മേൽ പലപ്പോഴും അധ്യാപകർക്കൊരു നിയന്ത്രണം നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ, വിദ്യാർത്ഥികളെ പേടിച്ച് അധ്യാപനം നടത്തേണ്ട ഒരു അവസ്ഥയിലേക്ക് അധ്യാപകർ പോകുന്നു. എന്തുകൊണ്ടാണ് ഈ ഒരു അപജയം നമ്മുടെ വിദ്യാർത്ഥി സമൂഹത്തിനിടയിൽ സംഭവിക്കുന്നത്? ഫാദർ ജോൺസൺ പാലപ്പള്ളി CMA. ഇപ്പോൾ ഈ ഉയർത്തിയ ഈ ചോദ്യം എന്നോട് മാത്രമുള്ള ചോദ്യമല്ല. ഇന്നലെയും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ട് കേരളത്തിലെ സാമാന്യ ജനങ്ങൾ പരസ്പരം ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ്. ആ ചോദ്യം ഉന്നയിക്കാനായിട്ട് അവരെ പ്രോത്സാഹിപ്പിക്കുന്ന, അവരെ പ്രേരിപ്പിക്കുന്ന ഒരു വീഡിയോ ഇന്നലെ സാമൂഹ്യ മാധ്യമങ്ങളിലും മുഖ്യധാര മാധ്യമങ്ങളിലൊക്കെ നാം കണ്ടു കഴിഞ്ഞു. നമ്മളെല്ലാവരും ആ വീഡിയോ കണ്ടതാണ്. എനിക്ക് എന്തുകൊണ്ടോ ആ വീഡിയോ ഒന്നിൽ കൂടുതൽ കാണാനായിട്ട് പറ്റിയില്ല. ആ വീഡിയോയുടെ കണ്ടന്റ് ഇങ്ങനെയായിരുന്നു: ഏകദേശം 17 വയസ്സ് തോന്നിക്കുന്ന ഒരു വിദ്യാർത്ഥി പ്രിൻസിപ്പളിന്റെ മുറിയിലിരുന്ന് പ്രിൻസിപ്പളുമായിട്ട് നടത്തുന്ന ഒരു ഇടപെടലാണ്. പക്ഷേ ഈ സംഭവത്തിന് ശേഷം ഈ വീഡിയോ കണ്ടവർ രണ്ട് സമൂഹമായിട്ട് വിഭജിക്കപ്പെട്ടിരിക്കുകയാണ്. ഒന്ന് ആ വിദ്യാർത്ഥിയെ അനുകൂലിക്കുന്നവരും, രണ്ട് ആ അധ്യാപകനെ അനുകൂലിക്കുന്നവരും. എന്തായാലും ഈ വീഡിയോ കേരള മനസാക്ഷിക്ക് മുമ്പിൽ ഒരു വിങ്ങലായി, ഒരു നീറ്റലായി, ഒരു ചോദ്യചിഹ്നമായി അവശേഷിച്ചിരിക്കുകയാണ്. ഈ വിദ്യാർത്ഥിയെ അനുകൂലിക്കുന്നവർ ഉന്നയിക്കുന്ന വാദങ്ങൾ: ഒന്ന്, പെട്ടെന്നുണ്ടായ ഒരു പ്രതികരണമായി പോയി അതുകൊണ്ട് ആ കുട്ടിയോട് ക്ഷമിക്കണം എന്നുള്ളതാണ്. എനിക്ക് അത്ഭുതം തോന്നി. അങ്ങനെ ഒരു വെള്ളപൂശേണ്ട, അതായത് പെട്ടെന്നുണ്ടായ ഒരു പ്രതികരണം ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇത്തരം ഗൗരവമായ ഒരു ഇടപെടലിനെ നിസ്സാരവൽക്കരിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് അതിശയം തോന്നി. അത് നമുക്ക് ചരിത്രം പരിശോധിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പെട്ടെന്നുണ്ടായ ഒരു പ്രതികരണമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അത് ഒരു തെറ്റിന്റെയും ഗൗരവം അവിടെ കുറയുന്നില്ല. ഏതെങ്കിലും ഒരു ജഡ്ജി പെട്ടെന്നുണ്ടായ പ്രതികരണത്തിന്റെ പേരിലാണ് ഈ കുറ്റം ചെയ്തത് എന്നതിന്റെ പേരിൽ ഒരു പ്രതിക്കും ശിക്ഷയിൽ ഇളവ് കൊടുത്തിട്ടില്ല. മറ്റൊരു പ്രധാനപ്പെട്ട ആരോപണം, ആ വിദ്യാർത്ഥി നടത്തിയ ആ മോശമായ ഇടപെടലിനേക്കാൾ വളരെ മോശമായി പോയി ആ വീഡിയോ ചിത്രീകരിക്കുകയും ആ വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് ആ വീഡിയോ എടുത്ത അധ്യാപകനും പ്രധാന അധ്യാപകനും ഒക്കെ കുറ്റക്കാരാണ് എന്ന് പറഞ്ഞുകൊണ്ട് അധ്യാപകരെ പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ട് കടന്നാക്രമിക്കുന്ന ഈ വിദ്യാർത്ഥിയെ സംരക്ഷിക്കുന്ന ഒരു നിലപാടും ഒരു കോണിൽ നിന്ന് ഉയരുകയുണ്ടായി. എനിക്ക് ആ ചില വിദ്യാർത്ഥിയെ വെള്ളപൂശുന്ന ചില പ്രയോഗങ്ങൾ കണ്ടപ്പോഴേക്കും ഒരുപക്ഷെ ചിലപ്പോൾ ഇനി വരുന്ന റിപ്പബ്ലിക് ഡേ ചടങ്ങിൽ ആ വിദ്യാർത്ഥിക്ക് ഒരു ധീരതയ്ക്കുള്ള അവാർഡ് കൊടുത്ത് ആദരിക്കുമോ എന്ന് പോലും തോന്നിക്കുന്ന രീതിയിലുള്ള ഒരു പ്രതികരണങ്ങളാണ് പല കോണിൽ നിന്നും ഉണ്ടായത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ആ വിദ്യാർത്ഥിയെ വെള്ളപൂശാൻ ശ്രമിക്കുന്നവർ കുറേയേറെ കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ വിദ്യാർത്ഥിക്ക് അനുകൂലമായിട്ട് നടത്തിയ ഒരു ആരോപണം,
ആ അധ്യാപകരും പ്രധാന അധ്യാപകരും വീഡിയോ പകർത്തി സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ പ്രചരിപ്പിച്ചു എന്നുള്ളതാണ്. ഇന്ന് രാവിലെ ആ അധ്യാപകൻ പ്രധാനാധ്യാപകൻ പോലീസിൽ കൊടുത്ത മൊഴി അനുസരിച്ച് ആ പ്രധാനാധ്യാപകൻ ആ വീഡിയോ രണ്ട് സ്ഥലങ്ങളിൽ മാത്രമേ എത്തിച്ചിട്ടുള്ളൂ. ഒന്ന് ആ വിദ്യാർത്ഥിയുടെ മാതാപിതാക്കളുടെ മക്കളും, രണ്ട് തൃത്താല പോലീസ് സ്റ്റേഷനിലും. അവിടെ നിന്നാണ് ആ വീഡിയോ ചോർന്നു പോയത്. കാര്യങ്ങളുടെ വാസ്തവം അറിയാതെ തന്നെ ഈ അധ്യാപകനെയും പ്രധാന അധ്യാപകനെയും പ്രതിക്കൂട്ടിൽ നടത്തുന്ന ഒരു ഒരു മാനസിക അവസ്ഥ നമ്മുടെ കേരള സമൂഹത്തിൽ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇനി നമുക്ക് ആ അധ്യാപകന്റെ ആ മനസ്സിലേക്ക് വരാം. ആ കുട്ടി ആ സ്കൂളിലേക്ക് ഇപ്പൊ 12ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു 12 വർഷം മുമ്പ് ആ കുട്ടി ആ സ്കൂളിലേക്ക് കടന്നു വരുമ്പോൾ അവന് അക്ഷരങ്ങൾ കൂട്ടി വായിക്കാൻ അറിയില്ലായിരുന്നു. ആ കുട്ടിക്ക് അക്ഷരങ്ങൾ എഴുതാൻ അറിയില്ലായിരുന്നു. ആ കുട്ടിക്ക് കണക്ക് കൂട്ടാൻ അറിയില്ലായിരുന്നു. 11 വർഷത്തെ പഠനത്തിന് ശേഷം ആ കുട്ടി അക്ഷരം പഠിച്ചപ്പോൾ, അക്ഷരം കൂട്ടി വായിക്കാൻ പഠിച്ചപ്പോൾ, വിറയില്ലാതെ സംസാരിക്കാൻ പഠിച്ചപ്പോൾ ആരൊക്കെയാണോ ആ കുട്ടിയെ അക്ഷരങ്ങളുടെ ലോകത്തിലേക്ക് കൈപിടിച്ച് ഉയർത്തത്, ആ അധ്യാപകന്റെ പ്രതിനിധിയെയാണ് ഇത്രയും മോശമായിട്ടുള്ള ഒരു കൊലവിളി നടത്തിയത് എന്ന് നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ഇനി ഈ വീഡിയോ കണ്ടതിന് ശേഷം ഈ വീഡിയോ അധ്യാപകർ കണ്ടിട്ടുണ്ട്, മാതാപിതാക്കൾ കണ്ടിട്ടുണ്ട്, വിദ്യാർത്ഥികൾ കണ്ടിട്ടുണ്ട്. ഈ വീഡിയോയുടെ അനന്തരഫലങ്ങൾ എന്തായിരിക്കുമെന്ന് കൗതുകവും കാത്തിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം ആ വിദ്യാർത്ഥിയെ ഒരുപക്ഷെ പൊതിഞ്ഞു സൂക്ഷിക്കുന്ന, വെള്ളപൂശുന്ന, സംരക്ഷിക്കുന്ന, ആ വിദ്യാർത്ഥിക്ക് തണൽ കൊടുക്കുന്ന ഒരു സമീപനം നമ്മുടെ വിദ്യാർത്ഥികൾ വായിച്ചെടുക്കുമ്പോൾ ഇനി എന്ത് വേണമെങ്കിലും നമ്മുടെ ക്ലാസ് മുറിയിൽ സംഭവിക്കാം, നമ്മെ ആരും ഒന്നും ചെയ്യാനായിട്ട് പോകുന്നില്ല എന്നൊരു ചിന്തയാണ് ഈ വീഡിയോ കണ്ടതിന് ശേഷം വിദ്യാർത്ഥികളുടെ മനസ്സിൽ ഉയരുന്നത്. അതേസമയം ആ നിസ്സഹായനായ ആ പ്രധാന അധ്യാപകന്റെ ആ മനസ്സ് നമ്മളൊന്ന് വായിച്ചെടുക്കുക. ആ വീഡിയോ കാണുന്ന എല്ലാ അധ്യാപകരും ഇനി ഒരു ചുവട് പിന്നിലേക്ക് വെക്കും. കാരണം അധ്യാപകരുടെ ആത്മവീര്യം ചോർത്തിയെടുക്കുന്ന ഒരു സംഭവമായി പോയി ഇത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാനായിട്ട്. നമുക്കറിയാവുന്നതുപോലെ തന്നെ നമ്മുടെ ഭാരതീയ പാരമ്പര്യം അനുസരിച്ച് മാതാപിതാവ്, ഗുരു, ദൈവം എന്നുള്ളതാണ് നമ്മുടെ പാരമ്പര്യം. മാതാവും പിതാവും കഴിഞ്ഞാൽ ദൈവസ്ഥാനത്ത് നിർത്തുന്ന വ്യക്തിയാണ് നമ്മുടെ സമൂഹത്തിലെ അധ്യാപകർ. നമുക്കറിയാം, നമ്മളൊക്കെ ഈ പഴയ തലമുറ സ്കൂളുകളിൽ കൂടെ കടന്നു പോകുമ്പോഴേക്കും അധ്യാപകരുടെ നല്ല ശിക്ഷണ നടപടികൾക്ക് വിധേയരായിട്ടാണ് സ്കൂളിൽ നിന്ന് പുറത്തിറങ്ങുന്നത്. അവരൊക്കെ നമ്മുടെ കൊടയിൽ സമ്മാനിച്ച ആ ചൂരൽപ്പാടുകളാണ് നമ്മൾക്കൊക്കെ എത്തി നിൽക്കുന്ന ആ നല്ല ജീവിതത്തിലുണ്ടാകുന്ന നേട്ടങ്ങളൊക്കെ എന്ന് പലരും വളരെ സന്തോഷപൂർവ്വം ഓർത്തെടുക്കുന്നുണ്ട്. അപ്പൊ എന്റെ ജീവിതത്തിൽ തന്നെയാണെങ്കിലും ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് എന്നെ ഏറ്റവും കൂടുതൽ തല്ലിയ അധ്യാപകരാണ്. ഈ തല്ലക്കൊരു കാലത്ത് അനുവദനീയമായ കാലഘട്ടത്തിൽ ഞാനും വിദ്യാർത്ഥികൾക്ക് തല്ലുകൊടുത്തിട്ടുണ്ട്. ആ കാലഘട്ടത്തിലൊക്കെ എന്റെ കയ്യിൽ നിന്ന് തല്ലി മേടിച്ച വിദ്യാർത്ഥികളാണ് ഏറ്റവും കൂടുതൽ സന്തോഷത്തോടെ സ്നേഹത്തോടുകൂടി എന്നെ വീണ്ടും വന്ന് കാണാൻ വന്നത് എന്ന് ഞാൻ വളരെ ആഹ്ലാദപൂർവ്വം ഓർക്കുകയാണ്. അതുകൊണ്ട് ഇപ്പോൾ ഇവിടെ പറഞ്ഞു വരുന്നത്, ഇപ്പോൾ നമ്മുടെ കുട്ടികളുടെ ഈ ഉൾക്കരുത്ത് ചോർത്തിയെടുക്കുന്നത് ആരാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അല്പം കുറ്റബോധത്തോടെ പറയേണ്ടി വരും. നമ്മുടെ കുട്ടികളുടെ അവർ ചിൽഡ്രൻ ആർ ഫ്രാജൈൽ, അവർ ദുർബലരാണ് എന്ന് നിരന്തരം ഓർമ്മിപ്പിച്ചുകൊണ്ട് അവിടുത്തെ നമ്മുടെ കുട്ടികളുടെ ഉൾക്കരുത്ത് ചോർത്തി എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ പുതിയ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ വിദ്യാലയങ്ങളിൽ നിന്ന് പുറത്തിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് സമൂഹത്തിലെ പ്രതിസന്ധികളെ അഭിമുഖീകരിക്കാനായിട്ട് ഒരു കരുത്ത് നഷ്ടപ്പെടുകയാണ്. കാരണം അവിടെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ ഒരിക്കൽ പോലും പ്രതിസന്ധികളെ അഭിമുഖീകരിക്കാനായിട്ടുള്ള, അല്ലെങ്കിൽ ഒരു വഴക്കിനെയോ ഒരു കൺമുരുട്ടിനെയോ ഒന്നും അഭിമുഖീകരിക്കാനായിട്ടുള്ള ഒരു വേദി അവർക്ക് കിട്ടുന്നില്ല. അതുകൊണ്ട് തീരെ ദുർബലമായ മനസ്സുമായിട്ടാണ് നമ്മുടെ വിദ്യാർത്ഥികൾ പുറത്തേക്കുന്നത്. നമ്മൾ ഞെട്ടിപ്പിക്കുന്ന ഒരു കണക്ക് കേരളത്തിലെ ഒരു മുഖ്യധാര മാധ്യമം ഒരു ചാനൽ പുറത്തുവിടുകയുണ്ടായി. അതായത് 2019 നമ്മുടെ കേരളത്തിൽ ആത്മഹത്യ ചെയ്ത വിദ്യാർത്ഥികളുടെ എണ്ണം 261 2020 അത് 311 2021 341 ഒരു 2019 തൊട്ട് 2021 വരെയുള്ള കാലഘട്ടത്തിൽ നമ്മുടെ കൊച്ചു കേരളത്തിൽ, സാക്ഷര കേരളത്തിൽ ആത്മഹത്യ ചെയ്ത വിദ്യാർത്ഥികളുടെ എണ്ണം 800-നപ്പുറമാണെങ്കിൽ ഇതിന് ആരാണ് ഉത്തരവാദി എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ കുട്ടികളുടെ അവകാശങ്ങളെ പൊതിഞ്ഞു സൂക്ഷിക്കുവാനായിട്ട് നമുക്ക് ബാലാവകാശ കമ്മീഷനുണ്ട്, ചൈൽഡ് ലൈൻ ഉണ്ട്, ഡിസ്ട്രിക്ട് ചൈൽഡ് പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് ഉണ്ട്. അങ്ങനെ നിരവധി നിയമങ്ങൾ ഉള്ള ഒരു നാട്ടിലാണ് 2019 2021 ഇടയ്ക്ക് 800-ലധികം കുട്ടികളുടെ ആത്മഹത്യ ചെയ്ത് എന്ന് നമ്മൾ വിചാരിക്കേണ്ടിയിരിക്കുന്നു. അതൊക്കെ സൂചിപ്പിക്കുന്നത് ഒരു ചെറിയ വെല്ലുവിളികളെ പോലും അതിജീവിക്കുവാനായിട്ടുള്ള കരുത്ത് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. ഇതിന് ആരാണ് കുറ്റക്കാരൻ, ആരാണ് പ്രതിസ്ഥാനത്ത് നിർത്തേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഈ കഴിഞ്ഞ ദിവസം, അതായത് കഴിഞ്ഞ നവംബർ മാസം 9-ാം തീയതി മലയാളത്തിലെ മുഖ്യധാര പത്രങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തൊരു വാർത്തയുണ്ട്. ആ വാർത്തയുടെ ന്യൂസ് പേപ്പർ കട്ടിങ് എന്റെ കയ്യിൽ ഇങ്ങനെയാണ്: ഗുരുശിഷ്യ ബന്ധം അവതാളത്തിലായെന്ന് നിരീക്ഷണം. അധ്യാപകർക്ക് വിദ്യാർത്ഥികളെ പേടിക്കേണ്ട സ്ഥിതി. കോടതി അധ്യാപകർ പഠിപ്പിക്കുന്നത് ജയിലിലാകുമോ എന്ന ഭയത്തോടുകൂടി ഗൗരവമുള്ള പരാമർശവുമായി ഹൈക്കോടതി. അധ്യാപകർ കുട്ടികളെ പേടിച്ച് ക്ലാസ് എടുക്കേണ്ട സ്ഥിതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കോടതിയെ വളരെ ശക്തമായിട്ടുള്ള ഒരു ഇടപെടലും നിരീക്ഷണവും ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാവുന്നതുപോലെ തന്നെ ഈ സ്കൂളിൽ ഭയത്തിന്റെ യാതൊരുള്ള എലമെന്റും ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് നവയുഗ മനഃശാസ്ത്രജ്ഞരും ബാല സംരക്ഷകരും ഒക്കെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്.
ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നമ്മുടെ പൊതുസമൂഹത്തിൽ ഇന്ന് ഭയം എന്ന് പറയുന്ന ആ ഒരു എലമെന്റ് ഇല്ല എങ്കിൽ നമ്മുടെ സമൂഹത്തിന്റെ ഗതി എന്താകുമായിരുന്നു? ഇപ്പോൾ ഇവിടെ നമ്മുടെ നാട്ടിൽ പോലീസുണ്ട്, പട്ടാളമുണ്ട്, നീതിന്യായ വ്യവസ്ഥയുണ്ട്, കോടതിയുണ്ട്. ഇവരെയൊക്കെ ഭയപ്പെട്ടതുകൊണ്ടും ഇവരോടൊക്കെ ഒരു ഭയമുള്ളത് കൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ഈ ധർമ്മവും നീതിയും ഒക്കെ പുലരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഈ നാട്ടിൽ കോടതി ഇല്ല എങ്കിൽ എന്ത് തെറ്റ് ചെയ്താലും ചോദ്യം ചെയ്യാനായിട്ട് ഇവരിൽ കോടതിയില്ല, പോലീസ് ഇല്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ എന്തായിരിക്കും നമ്മുടെ നാടിന്റെ അവസ്ഥ? ഈ സ്കൂളിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ വിദ്യാർത്ഥികൾ അച്ചടക്കം പഠിക്കുന്ന, സ്വഭാവ രൂപവൽക്കരണം നടത്തുന്ന ഈ സ്കൂളിന്റെ അന്തരീക്ഷത്തിൽ ഭയം എന്ന് പറയുന്ന ഒരു എലമെന്റ് എടുത്തു മാറ്റിയില്ല എങ്കിൽ അവർക്ക് അവരുടേതായ ലോകമായി തരും. അവർക്ക് ഭയപ്പെടാനായിട്ട് ആരുമില്ല. നമുക്കറിയാവുന്നതുപോലെ തന്നെ ഇന്ന് വിദ്യാർത്ഥികളെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന മൊബൈൽ ഫോണിന്റെ ഉപയോഗമാണ്. കാരണം ഇന്ന് അധ്യാപകർക്ക് മാതാപിതാക്കൾക്ക് കുട്ടികളെ ശാസിക്കാനായിട്ടോ അല്ലെങ്കിൽ അവരുടെ തെറ്റ് തിരുത്തുവാനായിട്ടോ അവർക്ക് വലിയ ബുദ്ധിമുട്ടാണ്. അത് അധ്യാപകരെയാണ് അവർ ഏൽപ്പിക്കുന്നത്. പക്ഷേ ഈ അധ്യാപകൻ ഇവിടെ നിരായുധനാണ്. കുട്ടി എന്ത് കുസൃതി കാണിച്ചാലും എന്ത് തോന്നിവാസങ്ങൾ കാണിച്ചാലും നിശബ്ദം എന്നുള്ളതാണ് ഇന്നത്തെ അധ്യാപക സമൂഹം നേരിടുന്ന ഏറ്റവും വലിയൊരു പരാതി. ഓക്കെ, അത് വ്യക്തമാണ്. ഞാൻ അടുത്ത ഘട്ടത്തിൽ തിരിച്ചു വരാം. ഫാദർ റോയി കണ്ണഞ്ചിറ CMA, നമ്മൾ ഈ വിദ്യാർത്ഥികളെ മാത്രം ഇങ്ങനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നമുക്കറിയാം, ഈ അധ്യാപികയെ പ്രേമിച്ച ഒരു നായക കഥാപാത്രത്തെ അവതരിപ്പിച്ച സിനിമയാണ് മലയാള സിനിമയിൽ ഏറ്റവും വലിയൊരു കളക്ഷൻ റെക്കോർഡുകൾ നേടിയ സിനിമകളിൽ ഒന്ന്. അധ്യാപകനെ ചീത്ത വിളിക്കുന്ന നായകന് വലിയ ഹീറോ പരിവേഷം. അത്തരത്തിലുള്ള സിനിമകൾ തുടർച്ചയായി ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. മറ്റ് സിനിമകളിൽ വയലൻസ് പ്രോത്സാഹിപ്പിക്കപ്പെടുന്നു. ഒരാളെ ഒന്ന് വഴക്ക് പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് അടിക്കുന്ന ആ വ്യക്തിയെ വലിയ ഹീറോ ആയിട്ട് ചിത്രീകരിക്കുന്നു. ലഹരിയുടെ ഉപയോഗത്തെ മഹത്വവൽക്കരിക്കുന്നു. അപ്പോൾ എന്തിനേയും എതിർത്ത് കഴിഞ്ഞാൽ അതാണ് ഹീറോയിസം എന്ന ഒരു പൊതുബോധം ഇത്തരം സിനിമകളിലൂടെ, കലാസൃഷ്ടികളിലൂടെ, മാധ്യമങ്ങളിലൂടെ ഇന്ന് വളർന്നു വരുന്ന തലമുറയുടെ ഇടയിലേക്ക് ഇൻജക്റ്റ് ചെയ്യപ്പെടുന്നു. ഒപ്പം കോവിഡിന് ശേഷം പാലപ്പള്ളിയച്ചൻ സൂചിപ്പിച്ചതുപോലെ ഈ മൊബൈലിൻ്റെയൊക്കെ വലിയ രീതിയിലുള്ള ഉപയോഗം. അപ്പോൾ ഇതെല്ലാം ഒരു ഘടകമായി മാറുന്നില്ലേ ഇന്നത്തെ വളർന്നു വരുന്ന തലമുറയുടെ വലിയൊരു വിഭാഗത്തിന്റെ ഒരു അപജയത്തിന് പിന്നിൽ? ഫാദർ റോയ് കണ്ണഞ്ചിറ. കഴിഞ്ഞ 21 വർഷങ്ങളായി ഞാൻ ദീപിക ബാലസഖ്യം എന്ന സംഘടനയുടെ ഡയറക്ടറായി സേവനമർപ്പിക്കുകയാണ്. നാം ഒരു കുടുംബം എന്ന മുദ്രാവാക്യവുമായി നാനാജാതി മതസ്ഥരായ ആയിരക്കണക്കിന് വിദ്യാർത്ഥികളെ പരിശീലിപ്പിക്കുന്ന ഒരു നോൺ ഫോർമൽ എഡ്യൂക്കേഷണൽ NGO പോലെയാണ് ദീപിക ദിനപത്രത്തിന്റെ കീഴിലുള്ള ദീപിക ബാലസഖ്യം പ്രവർത്തിക്കുന്നു. ഞാൻ ഇത്ര ഇൻട്രൊഡക്ഷൻ പറയാൻ കാരണം, 2003 മുതൽ വിദ്യാലയങ്ങളിലൂടെ യാത്ര ചെയ്യുമ്പോൾ വിദ്യാർത്ഥികൾ അധ്യാപകരോടും അവർക്ക് വ്യത്യസ്തമായ പരിശീലനങ്ങൾ നൽകുന്ന പരിശീലകരോടുമൊക്കെ അവർ പ്രകടിപ്പിച്ചിരുന്ന ഒരു ശരീരഭാഷയും വാച്യഭാഷയും ഉണ്ടായിരുന്നു. അത് ആദരവിന്റെയും സ്നേഹത്തിന്റെയും നന്ദിയുടെയും ഒക്കെ ഒരു ഭാഷയായിരുന്നു. അത് അവർക്കൊരു 10 മിനിറ്റ് അവരോട് സംസാരിച്ചാൽ, 1 മണിക്കൂർ അവരോട് സംസാരിച്ചാൽ അവർ വന്ന് വന്ദനം നൽകുകയും കുഞ്ഞുമക്കൾ വന്ന് അനുഗ്രഹം വാങ്ങിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു നല്ല ഗുരു-ശിഷ്യ ബന്ധത്തിന്റെ ഒരു ലോകമായിരുന്നു. ഒരു 2013 വരെ ഞാൻ അത്തരത്തിലുള്ള ഒരു സംസ്കാരം വിദ്യാർത്ഥികളിൽ കണ്ടു. 2014, 2015 യൂട്യൂബ്, ഫേസ്ബുക്ക്, വാട്സപ്പ് ഒക്കെ പ്രചാരത്തിലായി. 2005-6 മുതലൊക്കെ ഇത് കയറി വന്നെങ്കിലും 2014-15 ഈ ഫേസ്ബുക്കും വാട്സപ്പ് കോളുകളും ഒക്കെ പ്രചാരത്തിലാണ്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ പിന്നീട് ക്യാമ്പുകളൊക്കെ നടത്തുമ്പോഴും പരിശീലനങ്ങൾ നടത്തുമ്പോഴും ഞാൻ മനസ്സിലാക്കിയ ഒരു സംഗതി, നമ്മുടെ കുട്ടികളല്ലാതെയായി മാറുന്നു എന്നുള്ളതാണ്. കുട്ടികൾ നമ്മളെക്കാൾ വലിയവരായി പോയി. കുട്ടികൾ നമ്മളെക്കാൾ വലിയവർ എന്നുള്ള അർത്ഥത്തിലല്ല, വളർന്നുപോയി. നമ്മൾ കുട്ടികളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു പദപ്രയോഗങ്ങളോ പെരുമാറ്റ രീതികളോ ചിന്താശൈലികളോ ഒന്നുമല്ല അവർ. തീർച്ചയായിട്ടും കുട്ടികൾ വളർന്ന് വലിയവരാകണം, നമുക്കെല്ലാം അതിനകത്ത് സന്തോഷമേ ഉള്ളൂ. നമ്മളെല്ലാവരും കുട്ടികളെ വളർത്തുന്നവരുമാണ്. പക്ഷെ കുട്ടികൾ വളരെ പെട്ടെന്ന് വളരുകയാണ്. അത് ഒരു ഔചിത്യമില്ലാത്ത ഒരു മാനസിക ഭാവത്തിലേക്ക് ഈ മക്കളെ കൊണ്ടുചെന്ന് എത്തിക്കുന്നു എന്നുള്ളതിന് വലിയ തെളിവുകളുണ്ട്.
അപ്പം ഒത്തിരി ഒത്തിരി ഉദാഹരണങ്ങൾ ആ മേഖലയിൽ നമുക്ക് പറയാൻ കഴിയും. ഇവിടെ നമ്മുടെ മക്കൾ ഇത്തരത്തിലുള്ള ഒരു പെരുമാറ്റ രീതിയിലേക്ക് കടന്നു വരുമ്പോൾ നമ്മളുടെ പാലപ്പള്ളിച്ചൻ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഒരു സാംസ്കാരിക പൈതൃകമുണ്ട്. അധ്യാപക വിദ്യാർത്ഥി ബന്ധം എങ്ങനെയായിരിക്കണം? അതൊരിക്കലും അധ്യാപകനും വിദ്യാർത്ഥിയും തമ്മിൽ മാത്രമുള്ളതല്ല, അവരുടെ മാതാപിതാക്കളും കൂടെ കൂടിയുള്ളതാണ്. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന തലമുറ, ഇപ്പൊ നമ്മൾ 4 പേരും നമ്മൾ പഠിച്ചിരുന്ന ഒരു കാലത്ത് സ്കൂളിൽ നിന്ന് നമുക്ക് ഒരു അധ്യാപകന്റെ ശിക്ഷ കിട്ടിയാൽ നമുക്കത് വീട്ടിൽ ചെന്ന് പറയാൻ പേടിയാണ്. കാരണം വീട്ടിൽ നിന്ന് അതിന് ഇരട്ടി കിട്ടും. ഇല്ലേ ടോം സാറേ? നമുക്ക് വീട്ടിൽ നിന്ന് അതിന് ഇരട്ടി അടി കിട്ടും. അതുകൊണ്ട് നമ്മൾ വീട്ടിൽ ചെന്ന് മിണ്ടുകയല്ല. അടി കിട്ടിയാൽ നമ്മൾ കാലും തിരുമി അല്ലെ കൈയും തിരുമി മിണ്ടാതെ പോയി ഇരിക്കുകയുള്ളൂ. പക്ഷെ ഇന്നത്തെ അവസ്ഥ എന്താണ്? ഞാനൊരു ക്യാമ്പ് നടത്തുമ്പോൾ ഒരു ജനപ്രതിനിധി, കുട്ടികളെ അഡ്രസ് ചെയ്യാൻ വേണ്ടി വന്ന ജനപ്രതിനിധി കുട്ടികളോട് പറഞ്ഞ ഡയലോഗ് ഇതാണ്: മക്കളെ, നിങ്ങളുടെ കാര്യത്തിൽ ഞങ്ങൾ വളരെ ശ്രദ്ധാലുക്കളാണ്. ഈ ഗവൺമെന്റ് വളരെ ശ്രദ്ധാലുക്കളാണ് നിങ്ങളുടെ കാര്യത്തിൽ. നിങ്ങളെ പഠിപ്പിക്കുന്ന അധ്യാപകരെ പറ്റി എന്തെങ്കിലും ഒരു പരാതി നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ആ സ്കൂളിലെ ആ പരാതി പെട്ടിയിൽ എഴുതിയിട്ടാൽ ഞങ്ങൾ പണി കൊടുത്തോളാം എന്ന് പറയുകയാണ്. അപ്പോഴേക്കും പിള്ളേർ വിസിലടിക്കുന്നു, ഇപ്പൊ കുറെ വയ്ക്കുന്നു, കൈയടിക്കുന്നു. അപ്പോൾ ആ അധ്യാപകനോട് നിൽക്കെ തന്നെ ഞാൻ ചോദിച്ചു, സാറിന് ഈ പഠിച്ചിരുന്ന കാലത്ത് ഇതുപോലെ ഒരു പരാതി പറയാൻ അവസരം കിട്ടിയിരുന്നെങ്കിൽ, സാറ് അത് എഴുതിയിട്ടിരുന്നെങ്കിൽ, ആ സാറിനെ പഠിപ്പിക്കുന്ന അധ്യാപകർ സാറിനെ കറക്റ്റ് ചെയ്യുന്ന രീതിയിൽ കറക്റ്റ് ചെയ്യാതിരുന്നെങ്കിൽ, ഇന്ന് ഈ മക്കളുടെ മുമ്പിൽ നിന്നുകൊണ്ട് ഇത്തരത്തിൽ സംസാരിക്കാൻ മാത്രമുള്ള വ്യക്തിത്വ വികാസം സാറിന് ലഭിക്കുമായിരുന്നു? സ്വന്തം വഴിയെ തന്നെ കുട്ടികൾ അധ്യാപകരെ തീരുമാനിച്ചു പോകുന്ന ഒരു രീതിയിലേക്ക് പ്രാഥമിക വിദ്യാഭ്യാസ ഘട്ടത്തിൽ വിദ്യാർത്ഥികൾക്ക് അയഞ്ഞു പോകാനുള്ള അവസരം കൊടുത്താൽ ആ മക്കളൊക്കെ ഷടുലതകൾ പോലെ, പടുമുളകൾ പോലെ ഇങ്ങനെ പടർന്ന് പന്തലിക്കും എന്നുള്ളതല്ലാതെ ഫലം ചൂടുകയില്ല എന്നുള്ളത് സത്യമല്ലെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ക്ഷമ പറഞ്ഞ് ഇറങ്ങിപ്പോയ ഒരു അവസരം എന്റെ മനസ്സിലുണ്ട്. ഇത് ഒരു അനുഭവം മാത്രമല്ല, ഇത് നിരവധി അനുഭവങ്ങളാണ്. അതായത് കഴിഞ്ഞ ഒരു 10 വർഷത്തിനുള്ളിൽ നമ്മുടെ വിദ്യാലയ അന്തരീക്ഷം മാറിയത് എങ്ങനെയെന്ന് കേരളത്തിന്റെ സമൂഹം ചിന്തിക്കണം. ഇവിടെ ഈ ഒരു വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ ഈ കഴിഞ്ഞ ഒരു 5 വർഷത്തെ ഗവൺമെന്റ് വിദ്യാഭ്യാസ മേഖലയ്ക്ക് നൽകിയ ഏറ്റവും വലിയൊരു എന്താ പറയുക, ഒരു വിരുദ്ധോക്തി പോലെയാണ് വിദ്യാഭ്യാസ വകുപ്പിനെ, സംസ്ഥാന സർക്കാരിന്റെ വിദ്യാഭ്യാസ വകുപ്പിനെ നിയന്ത്രിക്കുന്നവരുടെ പെരുമാറ്റങ്ങൾ. വിദ്യാഭ്യാസമുള്ളവർ വിദ്യാഭ്യാസ വകുപ്പ് കൈയാളുന്നു എന്നുള്ളൊരു സ്വപ്നമൊക്കെ കേരളത്തിൽ പോയി. രാഷ്ട്രീയമുള്ളവർ വിദ്യാഭ്യാസ വകുപ്പ് കൈയാളുകയും വിദ്യാഭ്യാസ വകുപ്പിനെ നിയന്ത്രിക്കുകയും ചെയ്യുന്ന ഒരു ദുരന്തം ഈ കേരളത്തിലേക്ക് വരികയാണ്. അപ്പോൾ ഇവിടെ വിദ്യാർത്ഥികൾ എന്ന് പറയുന്നത് ഭാവിയുടെ സ്വപ്നങ്ങളാണെന്നോ, നമ്മുടെ രാഷ്ട്രത്തിന്റെ നാളെകളെ സുരക്ഷിതമാക്കാനുള്ള നിധികുംഭങ്ങളാണെന്നോ ഒന്നുമുള്ള ചിന്തകളൊന്നും ഈ രാജ്യത്തെ ഭരിക്കുന്ന, സംസ്ഥാനത്തെ ഭരിക്കുന്ന ഗവൺമെന്റിനോ വിദ്യാഭ്യാസ വകുപ്പിനോ ഉള്ളതായി തോന്നുന്നില്ല അവരുടെ പ്രതികരണത്തിൽ. അല്ലെങ്കിൽ ഇപ്പോൾ പാലപ്പള്ളിയച്ചൻ വളരെ വിശദമായി പറഞ്ഞതുപോലെ ആ കുട്ടി വിരൽ ചൂണ്ടിയ ആ വിരൽത്തുമുണ്ടല്ലോ, ആ വിരൽത്തുമ്പിൽ അക്ഷരങ്ങൾ ചാലിച്ചു കൊടുത്ത ഒരു ഗുരുവിന്റെ നേരെയാണ് വെടിയുണ്ട തിരികെ വെച്ചുകൊണ്ട് സംസാരിക്കുന്നത്. ആ സംസാരത്തെ വിദ്യാഭ്യാസ മന്ത്രി എങ്ങനെയാണ് ന്യായീകരിച്ചത്? വിദ്യാഭ്യാസ മന്ത്രി ആ വിദ്യാർത്ഥിയെ തിരുത്തുക എന്നുള്ള ആ ഒരു പ്രവൃത്തിക്ക് പകരം അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന, ആ വിദ്യാർത്ഥിയെ പിന്തുണച്ചുകൊണ്ട് സംസാരിക്കുന്ന ഒരു സ്വഭാവത്തിലാണ് അദ്ദേഹം സംസാരിച്ചത്. ഇവിടെ രാഷ്ട്രീയ അജണ്ടകളുടെ പേരിൽ ശരി തെറ്റുകൾ വ്യാഖ്യാനിക്കപ്പെടുന്ന ഒരു ദുരന്ത കാലത്താണ് ഈ കേരളത്തിലെ വിദ്യാഭ്യാസ സമ്പ്രദായം നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ 1 വർഷം കഴിയുമ്പോഴേക്കും വിദ്യാർത്ഥികൾ മാറുകയാണ്. ഇവിടെ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ വാട്സപ്പിൽ ഏറ്റവും കൂടുതൽ പ്രചരിച്ച ഒരു പോസ്റ്റ്, ഒരു അധ്യാപകൻ വിദ്യാർത്ഥിയെ ശിക്ഷിച്ചതിന്റെ പേരിൽ അദ്ദേഹത്തെ ജയിലിൽ അടച്ചതിന്റെ പോസ്റ്റുകളായിരുന്നു. വിദ്യാർത്ഥികൾ കയറി തല്ലുന്നു, അധ്യാപകരെ ഭീഷണിപ്പെടുത്തുന്നു, കൊങ്ങാക്കി പിടിക്കുന്നു, വിദ്യാർത്ഥികൾ തമ്മിലടിക്കുന്നു, കൊലപാതകങ്ങൾ നടക്കുന്നു. അഭിമന്യുവിന്റെ ഒക്കെ ആത്മാക്കൾ ഇപ്പോൾ നിലവിളിച്ചുകൊണ്ട് നടക്കുന്നുണ്ട് കലാലയങ്ങളിലൂടെ. അപ്പോൾ നമ്മൾ ഓർക്കണം, നമ്മുടെ കാലഘട്ടം വല്ലാതെ മാറുകയാണ്. ഈ മാറുന്ന കാലഘട്ടത്തിലെ മാധ്യമത്തിന്റെ ഈ ഒരു അധിനിവേശം, നവമാധ്യമങ്ങളുടെ അധിനിവേശം, അത് മക്കളുടെ സ്വാഭാവികമായ കൗമാരവാസനകളെ ചപലമാക്കുന്ന സാഹചര്യത്തെ മുതലെടുത്തുകൊണ്ട് രാഷ്ട്രീയവും കൂടി കൂട്ടിക്കലർത്തി കലാലയ രാഷ്ട്രീയത്തിലൂടെ, വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ രാഷ്ട്രീയ പാർട്ടികൾക്ക് മുതലുണ്ടാക്കാൻ, രക്തസാക്ഷികളെ ഉണ്ടാക്കാൻ വിദ്യാർത്ഥികൾ ഏത് വിധേനയും നശിച്ചു പോയാലും കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്ന ഒരു അധികാരവർഗം ഈ വിദ്യാർത്ഥികൾക്ക്
ഏത് വഴിയിലെയും പോകാം, ഞങ്ങൾ പിന്തുണച്ചുകൊള്ളാം എന്നൊരു മാനസിക സപ്പോർട്ട് കൊടുക്കുകയാണ്. ഒപ്പം മയക്കുമരുന്നിന്റെയും നവമാധ്യമങ്ങളുടെയും അധിനിവേശം നമ്മുടെ മക്കളുടെ ദിശാബോധത്തെ തെറ്റിച്ചു കളഞ്ഞിരിക്കുന്നു. ഇന്ന് ഞാനൊരു സ്കൂളിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയാണ്, അവിടെ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ ഒരു കറക്ഷൻ പ്രിൻസിപ്പൾ കൊടുത്തപ്പോൾ ആ സംഘം ചേർന്നുകൊണ്ട് ഞങ്ങൾ നിങ്ങൾക്കെതിരെ കേസ് കൊടുക്കും എന്ന് പറഞ്ഞുകൊണ്ട് പ്രിൻസിപ്പളിന്റെ മുറിയിൽ 7ൽ പഠിക്കുന്ന കുട്ടികൾ ഗെരോവ ചെയ്ത് കയറി വന്നു. പ്രിൻസിപ്പള് മാതാപിതാക്കളുമായിട്ട് നല്ല ബന്ധമുണ്ടായിരുന്നത് കൊണ്ട് നല്ല ചൂരൽ കഷായം കുട്ടികൾക്ക് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ വീട്ടിൽ ചെന്ന് ഞാൻ നിങ്ങളെ ശിക്ഷിച്ചു എന്ന് പറയണം, നിങ്ങളുടെ ഓരോ മാതാപിതാക്കളും ഇവിടെ വരണം എന്ന് പറഞ്ഞു വിട്ടു. എന്നിട്ട് പിന്നീട് വരാത്തത് കൊണ്ട് പ്രിൻസിപ്പൽ വിളിച്ചു ചോദിച്ചപ്പോൾ കുട്ടികൾ ആരും വീട്ടിൽ ചെന്ന് പറഞ്ഞിട്ടില്ല എന്ന് മനസ്സിലായി എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു കുട്ടിയെ പറ്റി പേരൻസിനോട് പരാതി പറഞ്ഞപ്പോൾ, ആ കുട്ടി മദ്യപിക്കുന്നുണ്ടെന്ന് പരാതി പറഞ്ഞപ്പോൾ മാതാപിതാക്കൾ വന്ന് പ്രിൻസിപ്പലിനെ മർദ്ദിക്കാനായിട്ട് തുടങ്ങി. പക്ഷേ 7ൽ നിന്ന് 8ലേക്ക് പോയ വിദ്യാർത്ഥി 8ാം ക്ലാസ്സിൽ വെച്ച് പരസ്യമായി ചാരായം കുടിച്ചതിന്റെ പേരിൽ പ്രതിയാക്കി കഴിഞ്ഞപ്പോൾ അന്ന് ടീച്ചർ പറഞ്ഞത് കേട്ടിരുന്നെങ്കിൽ ഇന്ന് എന്റെ കുഞ്ഞ് പിഴക്കില്ലായിരുന്നു എന്ന് പറഞ്ഞ് മാതാപിതാക്കൾ വന്ന് കരഞ്ഞതായി പറഞ്ഞു. ഞാനീ പറയുന്നത്, മാതാപിതാക്കളും അധ്യാപകരും വിദ്യാർത്ഥികളും കൂടി ഒരുമിച്ച്, മാതാപിതാക്കളും മാനേജ്മെന്റും വിദ്യാർത്ഥികളും കൂടി കൈ കോർത്തുകൊണ്ടുള്ള ഈ ഒരു വിദ്യാദാന ശുശ്രൂഷയുടെ പാരമ്പര്യത്തെ നമ്മൾ തിരിച്ചു കൊണ്ടുവന്നാൽ മാത്രമേ മാതാപിതാ ഗുരുദൈവം എന്നുള്ള ഒരു സങ്കല്പത്തിൽ നമുക്ക് നമ്മുടെ നാടിനെ പുനർനിർമ്മിക്കാൻ കഴിയുകയുള്ളൂ എന്നതാണ് എൻ്റെ ഒരു നിരീക്ഷണം. ഓക്കെ, വളരെ വ്യക്തമായിട്ട് റോയ്ച്ചൻ അത് അവതരിപ്പിച്ചു. ശ്രീ ടോം ജോർജ്, അങ്ങ് ഒരു അധ്യാപകനാണ്, ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ മറ്റൊന്നും ചോദിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതായത് പലപ്പോഴും പലർക്കും ഒരു ധാരണയുണ്ട്, അധ്യാപന ജോലി എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ടുള്ള ജോലിയാണ്, യാതൊരു റിസ്ക്കുമില്ല, കൃത്യമായിട്ടുള്ള അവധികളുണ്ട്, അങ്ങനെ ഒരു റിസ്ക്കും ഇല്ലാത്ത ജോലി, നിങ്ങൾക്കൊക്കെ എന്ത് സുഖമാണ് എന്ന ചോദ്യങ്ങളൊക്കെ പലപ്പോഴും കേൾക്കേണ്ടി വന്നിട്ടുണ്ടാകാം. ഞാൻ അത് തന്നെയാണ് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. ഈ മാറുന്ന ഈ ഒരു കാലഘട്ടത്തിൽ അധ്യാപന ജോലി അത്ര ഈസി ആയിട്ടുള്ള ജോലിയാണോ ശ്രീ ടോം? ഏത് തൊഴിൽ മേഖലയ്ക്കും അതിൻ്റെതായ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ട്. സ്വാഭാവികമായിട്ട് എനിക്ക് തോന്നുന്നത് മറ്റ് തൊഴിൽ മേഖലകളിൽ നിന്ന് ഉള്ളതിനേക്കാളൊക്കെ വ്യത്യസ്തമായിട്ട് ഒരു പുതിയ തലമുറയെ, പ്രത്യേകിച്ച് കുട്ടികളെ കൈകാര്യം ചെയ്യേണ്ട വരുന്ന ആളുകൾ എന്നുള്ള നിലയിൽ അധ്യാപകരുടെ ജോലിക്ക് കുറെ കൂടി മറ്റേത് തൊഴിൽ മേഖലയേക്കാൾ വ്യത്യസ്തമായ ഒരു രീതിയാണുള്ളത്. അവിടെ നമുക്കറിയാം, ഇപ്പം ഇവിടെ സംഭവിക്കുന്ന ഒരു കാര്യം, കഴിഞ്ഞ ദിവസം പാലക്കാട് സംഭവിച്ച കാര്യമാണ് ഇപ്പോൾ നമ്മളുടെ ഈ ഒരു ചർച്ചയ്ക്ക്, അല്ലെങ്കിൽ കേരളത്തിലെ സോഷ്യൽ മീഡിയ ഉൾപ്പെടെ എല്ലാ സ്ഥലത്തും വലിയ ചർച്ചകൾക്കും വലിയ ഒരർത്ഥത്തിൽ വലിയൊരു 2 ചേരികളിലായിട്ട് ഒരു പക്ഷേ ഈ ഒരു വിഷയത്തിൽ മാറുന്നു എന്നുള്ളത് എനിക്കൊന്ന് അത്ര ആശാസ്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം അത് 2 രീതിയിലാണ്. ഒന്ന്, ഒരു സംഭവം ഉണ്ടാകുന്നു, ആ സംഭവത്തിൻ്റെ യാഥാർത്ഥ്യങ്ങൾ കുറേയെല്ലാം നമുക്കറിയാം, കുറേയൊന്നും നമ്മുടെ മുമ്പിലില്ല. പലപ്പോഴും നമ്മൾ കാണുന്നൊരു കാര്യം, ഈ സോഷ്യൽ മീഡിയയിൽ ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരാളെ കേന്ദ്രീകരിച്ചൊരു കാര്യം വന്നു കഴിഞ്ഞാൽ, പണ്ട് നമ്മൾ ഈ കൊളോസിയം അറിയാമല്ലോ, റോമിലെ, അപ്പോൾ അവിടെ ഈ പ്രതിയാക്കപ്പെടുന്ന ആളെ ഒരു സ്ഥലത്ത് ഇട്ടിട്ട് അയാളെ വല്ലാത്ത രീതിയിൽ ഉപദ്രവിക്കുന്നത് അല്ലെങ്കിൽ പീഡിപ്പിക്കുന്നത് കണ്ട് ആഹ്ലാദിക്കുന്ന ഒരു ജനക്കൂട്ടമുണ്ട്. അപ്പം അത് ഈ കഴിഞ്ഞ കാലത്ത് നമ്മൾ കുറേ നമ്മളില്ലേ, ഓരോ സാഹചര്യത്തിൽ ഓരോരുത്തർ തെറ്റിൽ പെട്ടുപോകുന്നു. ആ തെറ്റിൽ പെട്ടുപോകുന്ന ആൾക്കാരെ എങ്ങനെ ജീവിതത്തിലേക്ക്, ശരിയുടെ വഴിയിലേക്ക്, നന്മയിലേക്ക് തിരിച്ചുവിടാം എന്ന് നമ്മൾ ആലോചിക്കേണ്ട ഒരു സന്ദർഭം കൂടിയായിട്ട് ഇതിനെ കാണുന്നത് നന്നായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. നമുക്കറിയാം, ഈ കൊച്ചു കുട്ടി 16 വയസ്സുള്ള അവൻ ചെയ്ത കാര്യത്തെ എനിക്കൊന്ന് കേരളത്തിലെ സാമാന്യ മനസാക്ഷിയുടെ അല്ലെങ്കിൽ പൊതുബോധത്തിൻ്റെ ഏതുതരം മൂല്യബദ്ധമായൊരു പാരമ്പര്യത്തിൽ വരുന്ന ആൾക്കും അതിനെ ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയുന്ന കാര്യമില്ല. അതേ സമയത്ത് തന്നെ അവനോട് നമുക്ക് ക്ഷമിക്കണം എന്നുള്ള ഒരു ചിന്തയാണ് എനിക്ക് ആദ്യമേ മുമ്പിൽ വെക്കാനുള്ളത്. കാരണം നമുക്കറിയാം, നമ്മൾ തന്നെ ഇപ്പം ഞാൻ നിൽക്കുന്നതോ അല്ലെങ്കിൽ ഇവിടെ എൻ്റെ കൂടെയുള്ള ആൾക്കാരും എല്ലാവരും തന്നെ ഒരു ക്ഷമിക്കുന്ന സ്നേഹത്തിൻ്റെ ഒരു സന്ദേശം ലോകത്തിന് മുഴുവനും നൽകിയ ഒരു വലിയ ഗുരുവിൻ്റെ പിന്തുടർച്ചക്കാർ തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഈ വഴിതെറ്റിയ കുഞ്ഞാട് എന്ന് പറയുന്നത് ഒരു കഥ മാത്രമല്ല, അത്തരത്തിലുള്ള ജീവിക്കുന്ന കുറേ ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. അപ്പോൾ അവരിലേക്ക് എങ്ങനെ എത്തിച്ചേരാൻ കഴിയും എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമായ ചോദ്യം. എനിക്ക് തോന്നുന്നത് ഈ ഏത് കാലത്തും അധ്യാപകർ, ഗുരുക്കൾ നേരിട്ടിട്ടുള്ള ഏറ്റവും വലിയ ഒരു സംഘർഷവും വെല്ലുവിളിയും അത് തന്നെയായിരിക്കും. അങ്ങനെ ക്ഷമിക്കാൻ കഴിഞ്ഞവരെയാണ് ഗുരു എന്ന് നമ്മൾ വിളിക്കുകയും ചെയ്തിട്ടുള്ളത് എല്ലാ കാലത്തും. അപ്പം തീർച്ചയായിട്ടും ഇപ്പം നമുക്കറിയാം, ഈ നമ്മൾ നിത്യചൈതന്യ എഴുതി പറയുന്ന തൊട്ട് മുന്നിൽ ഉള്ള കുട്ടി
അവൻ എൻ്റെ തന്നെ കുഞ്ഞാണ്, എൻ്റെ തന്നെ മകനാണ് എന്ന് തോന്നാത്ത സാഹചര്യത്തിൽ അധ്യാപകൻ ആ പണി നിർത്തിയിട്ട് പോകണമെന്ന് ഒരിക്കൽ ഗുരു പറഞ്ഞത്, നിത്യചൈതന്യ യതി പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞത് പലപ്പോഴും ഈ പാപങ്ങൾ ഏറ്റെടുക്കേണ്ടി വരുന്നവരാണ് ഗുരുക്കൾ. അത് അധ്യാപകർ അത് നേരിട്ട് അത് പലതരത്തിൽ അനുഭവിക്കുന്നവരുമാണ്. കാരണം നമുക്കറിയാം, ഇപ്പം ഇവിടെ സംഭവിച്ച ആ കാര്യത്തിൽ അതങ്ങനെ സംഭവിച്ചത് കൊണ്ടാണ് ഒരർത്ഥത്തിൽ നമുക്ക് ഇങ്ങനെ ഇരുന്ന് ഈ ഒരു ഇഷ്യൂവിനെ കുറിച്ച്, അല്ലെങ്കിൽ ഈ അധ്യാപക വിദ്യാർത്ഥി ബന്ധത്തിൻ്റെ ഈ സൂക്ഷ്മതലങ്ങളെക്കുറിച്ചും അതിൽ പുതിയ കാലത്ത് അല്ലെങ്കിൽ ഏറ്റവും പുതിയ സമയത്ത് സംഭവിച്ചിട്ടുള്ള വലിയ വൈരുദ്ധ്യങ്ങളും അതിൻ്റെ പ്രതിസന്ധികളെക്കുറിച്ചും ഒക്കെ നമുക്ക് ചർച്ച ചെയ്യാൻ കഴിയുന്നത് അത് സംഭവിച്ചു പോയ കാര്യമാണ്. അതങ്ങനെ തന്നെയാണ്. എങ്കിൽ പോലും അതിങ്ങനെ പ്രചരിപ്പിച്ച ഒരു രീതി ആരോ ഒരാളത് ചെയ്തതാണ്. എനിക്ക് തോന്നുന്നില്ല അധ്യാപകരാണെന്നൊന്നും ഇതുവരെ നമ്മൾ മനസ്സിലാക്കിയെടുത്ത് അങ്ങനെയല്ല. അതേ സമയത്ത് തന്നെ അതങ്ങനെ വരുമ്പോൾ ഒരു കുട്ടി നമുക്ക് എങ്ങനെയാണ് അവൻ കൂടുതൽ റിബലായി മാറുകയാണോ, അല്ലെങ്കിൽ അവനെ കുറെ കൂടി സോഫ്റ്റ് ആയിട്ടുള്ള ഒരു തലത്തിലേക്ക് അവനെ കൊണ്ടുവരാനായിട്ടുള്ള വഴികൾ എന്തൊക്കെയാണെന്ന് നമ്മൾ ആലോചിക്കണം എന്നുകൂടിയാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് തോന്നുന്നത് അധ്യാപകരുടെ സ്നേഹം, അല്ലെങ്കിൽ അവരുടെ ആത്മാർത്ഥത, അവരുടെ ക്ഷമിക്കാനുള്ള അവരുടെ ആ ഒരു തുറവി, ഇതൊക്കെയാണ് വലിയ അധ്യാപകരെ സൃഷ്ടിച്ചിട്ടുള്ളത്. അപ്പം തീർച്ചയായിട്ടും ഈ ഒരു ഇൻസിഡന്റിലും എനിക്ക് തോന്നുന്നത് നമുക്ക് അത്തരത്തിലുള്ള ഒരു മനോഭാവത്തിലേക്ക് അധ്യാപകർ മാറുമ്പോഴാണ് അത് വലിയ വെളിച്ചമായി, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് കൂടി മാതൃകയായിട്ട് നമ്മൾ അത്തരത്തിൽ അതിനെ നമ്മൾ കാണേണ്ടതുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ഒരു സംഭവത്തെ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ ഞാൻ ഒരു കാര്യം കൂടി അതുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കാൻ ആഗ്രഹിക്കാം. അങ്ങ് വളരെ മനോഹരമായിട്ട് തന്നെ ഒരു അധ്യാപകന്റെ ആ ഒരു ദൗത്യത്തെ കുറിച്ച് അങ്ങ് സൂചിപ്പിച്ചു. പക്ഷേ ഈ ഒരു കാലഘട്ടത്തിൽ പലപ്പോഴും വിദ്യാർത്ഥികൾക്ക് അധ്യാപകരോട് വേണ്ട ഒരു മനോഭാവത്തിൽ കാര്യമായിട്ടുള്ള ചില മാറ്റങ്ങൾ സംഭവിക്കുന്നില്ല. അങ്ങ് പറഞ്ഞു അധ്യാപകൻ സ്വന്തം മുന്നിലിരിക്കുന്ന ആ ഒരു സ്വന്തം കുട്ടികളെ പോലെ തീർച്ചയായിട്ടും കാണണം. പക്ഷേ മറിച്ച് പലപ്പോഴും അങ്ങനെ സംഭവിക്കാത്ത ചില സ്ഥിതിവിശേഷങ്ങൾ ഉണ്ടാകുന്നു. വിദ്യാർത്ഥിയെ ഒന്ന് തിരുത്താൻ പോലും പലപ്പോഴും അധ്യാപകർക്ക് ഒരു ഭയമാകുന്ന ഒരു സാഹചര്യം സംജാതം ആകുന്നു. എന്തുകൊണ്ടാണ് അത്തരത്തിലുള്ളൊരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്നത്? അത് എനിക്ക് തോന്നുന്നു നമ്മൾ 2-3 തരത്തിൽ ഇതൊരു വളരെ സങ്കീർണമായ ഒരു വിഷയം തന്നെയാണ്. കുറച്ച് വാക്കുകൾ കൊണ്ട് അതിനൊരു കൃത്യമായ പരിഹാരം ഉണ്ടാക്കുന്നതിനപ്പുറത്ത് ഒരു ചർച്ചയുടെ തുടർച്ചയാണല്ലോ. എനിക്ക് തോന്നുന്നത് ഒരു കാര്യം, നമ്മൾ ഒരു AI കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇപ്പം നമ്മുടെ തൊട്ട് മുമ്പിലുള്ള ഒരു തലമുറ പലപ്പോഴും പല ആൾക്കാരും, പ്രത്യേകിച്ച് നമ്മുടെ അമ്മച്ചിമാരൊക്കെ ഒരു 3, 4, 5 കിലോമീറ്ററിനകത്ത് ജീവിച്ച് മരിച്ച ആൾക്കാരാണ്. അതേ സമയത്ത് പുതിയ കുട്ടി, എനിക്ക് തോന്നുന്നത് നമ്മളൊരു 10, 40 വയസ്സിൽ അനുഭവിച്ച കാര്യങ്ങൾ, അല്ലെങ്കിൽ കണ്ട ലോകം, അല്ലെങ്കിൽ അവൻ്റെ മുമ്പിലുള്ള ലോകം എന്ന് പറയുന്നത് കുറെ കൂടി ഒരു ആഗോള കുട്ടിയായിട്ട് അവൻ മാറിയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഒരു കുട്ടിയാണ് നമുക്ക് കൈകാര്യം ചെയ്യേണ്ടി വരുന്നത്. മാത്രമല്ല, നമുക്കറിയാം ഈ കോവിഡാനന്തര കാലത്ത് കുട്ടി നമ്മൾ അധ്യാപകർ പൊതുവെ പറയുന്നൊരു കാര്യമാണ്, ഒരു 10-15 മിനിറ്റ് കൂടുതൽ ഒരു കുട്ടിക്കും ഒരു കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനായിട്ട് കഴിയുന്നില്ല. അത് മാത്രമല്ല, നമുക്കറിയാം നമ്മുടെ സാമൂഹിക സാഹചര്യങ്ങൾ, നേരത്തെ ഇവിടെ ബഹുമാനരായ വൈദികർ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ സോഷ്യൽ മീഡിയ ആണെങ്കിലും, അല്ലെങ്കിൽ സിനിമാ മേഖലയാണെങ്കിലും, ഇവർ കേൾക്കുന്ന വാർത്തകളൊക്കെ തന്നെയും ഏറ്റവും കൂടുതൽ കിരാതമായിട്ടുള്ള, ഏറ്റവും മോശമായിട്ടുള്ള മനോഭാവങ്ങളോ, അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു വയലൻസിനെ ജനിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു അന്തരീക്ഷം രൂപപ്പെടുന്നുണ്ട്. അപ്പം കുട്ടി, അത് മാത്രമല്ല, 2-3 തരത്തിൽ തന്നെ മനസ്സിലാക്കണം. ഒന്ന്, കുട്ടി വീട്ടിലെ ശ്രദ്ധാകേന്ദ്രമാണ്, അല്ലെങ്കിൽ സെൻട്രൽ പോയിന്റ് ആണ്. സ്കൂളിൽ വരുമ്പോൾ അവൻ അതല്ല. അപ്പോൾ അവൻ സ്വാഭാവികമായിട്ട് പലതരത്തിലുള്ള അറ്റൻഷൻ സീക്കിങ്ങിലേക്ക് വരും. പലതരം അവൻ്റെ ഈ നേരത്തെ സൂചിപ്പിച്ച ജനറ്റിക്കലായിട്ടുള്ള കാരണങ്ങൾ മുതൽ, ഈ ബ്രോക്കൺ ഫാമിലിയുടെ പലതരം പ്രശ്നങ്ങൾ മുതൽ, ഇങ്ങനെ ഒട്ടനേകം കാര്യങ്ങളെ, അല്ലെങ്കിൽ മാതാപിതാക്കൾ വിദേശത്ത് ആയിരിക്കുന്ന സാഹചര്യങ്ങൾ, ഇങ്ങനെ പലതരം പ്രതിസന്ധികളിൽ നിന്ന് വരുന്ന കുട്ടികളാണ് നമ്മുടെ മുമ്പിലുള്ള കുട്ടികൾ. അപ്പൊ തീർച്ചയായിട്ടും അങ്ങനെയുള്ള കുട്ടികളെ, ഇപ്പൊ നമ്മൾ പണ്ട് മുതൽ പറയുന്ന ഒരു കാര്യമുണ്ട്, കുട്ടിയെ അറിയുക എന്നുള്ളത്. അപ്പൊ അതേ സമയത്ത് തന്നെ ശാസിക്കേണ്ടി വരും, ചിലപ്പോൾ ശിക്ഷണ നടപടികളിലേക്ക് പോകേണ്ടി വരും. അതൊക്കെ മാതൃകാപരമാണ്. കാരണം മറ്റു കുട്ടികളും ഇത് കണ്ട് അത്തരത്തിലുള്ള വഴിയിലേക്ക് പോകാനായിട്ട് ഇടവരാത്ത രീതിയിൽ അതിനെ ഹാൻഡിൽ ചെയ്യേണ്ടതുണ്ട്. ഒപ്പം തന്നെ അവൻ ചെയ്ത ആ കാര്യത്തിന്റെ ഗൗരവം, അല്ലെങ്കിൽ അവൻ ചെയ്ത പ്രശ്നത്തിന്റെ ഗൗരവത്തെക്കുറിച്ച് അവന് ബോധ്യപ്പെടേണ്ടതുണ്ട്. അപ്പം ഇങ്ങനെ ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, പലപ്പോഴും സ്കൂളുകളിൽ നമ്മൾ കാണുന്ന ഒരു കാഴ്ച എന്ന് പറയുന്നത്, കുട്ടികൾ ഏതെങ്കിലും തരത്തിലുള്ള ചില
പ്രശ്നങ്ങളിലൊക്കെ പെടും, അല്ലെങ്കിൽ അവരെന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വിഷയങ്ങളൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ ചിലപ്പോൾ ചില അധ്യാപകരായിരിക്കും ഇതിനകത്ത് അത് ഏറ്റെടുക്കാന്ന് പറഞ്ഞാൽ ഇപ്പം പ്രധാന അധ്യാപകൻ ഉൾപ്പെടെ ആൾക്കാർക്ക് അതിൽ വരാൻ പറ്റില്ല. ചിലപ്പം ചില ആൾക്കാർ അത് കണ്ടില്ല എന്ന് നടിച്ച് പിന്തിരിഞ്ഞു പോകും. അതേസമയത്ത് കുറച്ച് പേര് അതിനകത്ത് ഇടപെടാതിരിക്കാൻ പറ്റില്ല. അവരുടെ മനസാക്ഷി അതിൽ നിന്ന് മാറി നിൽക്കാനായിട്ട് അനുവദിക്കില്ല. പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്തരം ഇടപെടുന്ന ആൾക്കാർക്ക് പലപ്പോഴും പല ഭാഗത്ത് നിന്ന്, ചിലപ്പോൾ അത് അധ്യാപകരുടെ തന്നെ ഭാഗത്തു നിന്നാകാം, വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നാകാം, മാതാപിതാക്കളുടെ ഭാഗത്തു നിന്നാകാം, പൊതുസമൂഹത്തിന്റെ ഭാഗത്തു നിന്നാകാം, വലിയ തിരിച്ചടികളോ വലിയ പ്രശ്നങ്ങളെ അവർ നേരിടേണ്ടി വരും. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഇവിടെ ഈ വീഡിയോ എടുത്ത സാഹചര്യം പോലും അത്തരത്തിലുള്ള ഒരു പ്രത്യേക സാഹചര്യത്തിലുള്ള മനസ്സിലാക്കണം. പക്ഷേ ഇത്തരം ഒരു ക്രൈസിസിന്റെ ഒരു പിന്നിലെ യാഥാർത്ഥ്യങ്ങളോ വസ്തുതകളോ നമുക്ക് അറിയത്തില്ലെങ്കിലും ഇത് ചിലപ്പോൾ ഒരു തെളിവ് വേണ്ടി വരുന്നിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെ അത്തരത്തിലുള്ള പ്രേരിതനാകുന്ന ഒരു അധ്യാപകൻ അതിനകത്തുണ്ട്. അപ്പം അയാളായിരിക്കാം അത്തരത്തിൽ ആ വീഡിയോ എടുത്തത്. പക്ഷെ അത് പിന്നീട് കൈവിട്ടു പോയത് വേറൊരു കാര്യം, അത് നമുക്കറിയത്തില്ല ഇതിന്റെ ഒരു വസ്തുതകൾ. അതേസമയത്ത് ഇങ്ങനെ വരുമ്പോഴും ഉണ്ടാകുന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപക്ഷെ അധ്യാപക ലോകത്ത് പൊതുവിൽ നമ്മൾ കാണുന്ന ഒരു പ്രശ്നം, ഇങ്ങനെ ഏതെങ്കിലും പ്രശ്നങ്ങളോ വിഷയങ്ങളോ കണ്ടിട്ടും അത് കണ്ടില്ലെന്ന് പലവരും നടിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളത് വലിയ അപകടമാണ്. അതൊരു ഉത്തരവാദിത്തമില്ലായ്മയും കൂടിയാണ്. ഞാൻ പറഞ്ഞത് KGSന്റെ ഒരു കവിതയാണ്, KG ശങ്കരപ്പിള്ളയുടെ ഒഴിഞ്ഞു മാറുകയാണ് ഇന്ന് എൻ്റെ ചര്യ എന്ന് പറയുന്ന ഒരു വരിയുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ സാഹചര്യത്തെ, അല്ലെങ്കിൽ ഈ വലിയ ബുദ്ധിമുട്ടുകൾ അത് ആ കുട്ടികൾ ഒരുപക്ഷെ സ്കൂളിൽ ഉണ്ടാക്കുമ്പോൾ അതിനെ നേരിടേണ്ടത് തന്നെയാണ്. അത് നേരിടേണ്ടത് എങ്ങനെയാണ് എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് തോന്നുന്ന കുറച്ചുകൂടി അധ്യാപകരും വിജിലൻ്റ് ആകണം. കാരണം പുതിയ കാലത്തെ വായിച്ച് പുതിയ കുട്ടികളുടെ മാനസികാവസ്ഥയും അവരുടെ ലോകത്തെയും കുറെ കൂടി മുന്നിൽ കണ്ടുകൊണ്ട്, ഒരുപക്ഷെ ഈ അധ്യാപകന് ഞാൻ ചെയ്യുന്ന ഒരു പ്രവൃത്തി, എൻ്റെ ഒരു പ്രവൃത്തി അയാൾക്ക് അത് ദുഃഖത്തിന് വേദനയ്ക്കിടയാക്കും എന്നുള്ള ഒരു ചിന്ത ആ കുട്ടിയിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് അധ്യാപകന്റെ പ്രവൃത്തിയിലൂടെ കഴിയുകയാണെങ്കിൽ അത് കുറച്ചുകൂടി അത് കാര്യക്ഷമമാണ്, നല്ലതാണ് എന്നുകൂടി ഞാൻ വിചാരിക്കും. വ്യക്തമാണ്. ഫാദർ ജോൺസൺ പാലപ്പള്ളി, ശ്രീ ടോം മാത്യു പറഞ്ഞു നിർത്തിയ ആ ഒരു പോയിന്റ് ഉണ്ട്. പലപ്പോഴും ഇത്തരം വിഷയങ്ങളിൽ അല്ലെങ്കിൽ കുട്ടികൾ ഒരു തെറ്റ് കാണിച്ചു കഴിഞ്ഞാൽ അത്തരം വിഷയങ്ങളിൽ ഇടപെടുന്ന അധ്യാപകർക്ക് നേരിടേണ്ടി വരുന്ന തിരിച്ചടികളുണ്ട്, ഒറ്റപ്പെടലുകളുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെയല്ലേ പല അധ്യാപകരും ചില കാര്യങ്ങൾ കണ്ടിട്ടും കണ്ടില്ല എന്ന് നടിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നത്? വെറുതെ എന്തിനാണ് പുലിവാല് പിടിക്കുന്നത് എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. നമുക്കറിയാം, ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ബാലാവകാശ കമ്മീഷൻ മുതൽ പോക്സോ കേസുകൾ മുതൽ അങ്ങനെ പല വകുപ്പുകൾ ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ചില പഴുതുകൾ ഉപയോഗിച്ച് ഇത്തരത്തിൽ തെറ്റ് ചൂണ്ടിക്കാണിക്കുന്നവരെ കുരുക്കിലാക്കുന്ന പല സംഭവങ്ങളും നമ്മൾ നിരവധി കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അതൊക്കെ തന്നെയല്ലേ പലപ്പോഴും ഈ അധ്യാപകരെ ഈ തെറ്റ് തിരുത്തുന്നതിൽ നിന്ന് അവരെ പിന്നോട്ട് വലിക്കുന്നത്? ഫാദർ ജോൺസൺ. തൃത്താല ആനക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രിൻസിപ്പൽ റൂമിൽ അരങ്ങേറിയ ഒരു 30 സെക്കൻഡ് ദീർഘിക്കുന്ന ഒരു വീഡിയോയാണ് നമ്മുടെയൊക്കെ ഈ ചർച്ചയ്ക്ക് ആധാരം. പക്ഷെ എനിക്ക് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്, അത് ആ തൃത്താല ഗവൺമെന്റ് ആ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ഒരു സംഭവം മാത്രമല്ല. ഇന്നൊക്കെ നമ്മുടെ നവയുഗ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നടക്കുന്നതിന്റെ ഒരു നേർചിത്രം മാത്രമാണ്. വീഡിയോ ഇല്ലാത്തതിന് പേരിൽ, വീഡിയോ എടുക്കാത്തതിന്റെ പേരിൽ, പുറലോകം അറിയാത്തതിന്റെ പേരിൽ ഇതുപോലെ എത്രമാത്രം സംഭവങ്ങളൊക്കെ നമ്മുടെ സ്കൂളുകളിൽ നടക്കുന്നുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഇപ്പൊ ആ വീഡിയോ പുറത്തുവന്നില്ലായിരുന്നെങ്കിൽ നമ്മളൊന്നും ഇതിനെക്കുറിച്ച് ആരും ചർച്ച ചെയ്യുകയില്ല, ചിന്തിക്കുകയില്ല. അധ്യാപകരുടെ അവകാശങ്ങളെ പറ്റി, അല്ലെങ്കിൽ അധ്യാപകർ കവർന്നെടുക്കുന്ന വിദ്യാർത്ഥികളുടെ അവകാശങ്ങളെ പറ്റി ഒന്നും ആരും ഇവിടെ വാചാലിലാകില്ല. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്, ഭൂമിയിലെ ഏറ്റവും ശ്രേഷ്ഠമായ ജോലികളിൽ ഒന്ന് ഈ അധ്യാപക ജോലിയാണ്. ഞാൻ ലളിതമായിട്ട് പറയുന്ന ഒരു ഉദാഹരണമുണ്ട്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ ഒരു കൊച്ചുകുട്ടി വരെ മോഡി എന്ന് പറയും. കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ പിണറായി എന്ന് പറയും. പക്ഷെ ഈ കൊച്ചുകുട്ടിയുടെ വല്യപ്പന്റെ പ്രായമുള്ള ആളെ പോലും പേരെ വിളിക്കുന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആണെങ്കിലും. അതേസമയം ഒരു LP സ്കൂളിൽ പഠിപ്പിക്കുന്ന ഒരു ജോയി എന്ന് പറഞ്ഞ ആളെ ജോയി സാറിനെ വിളിക്കുന്നു, മേരിക്കൊരു ടീച്ചറിനെ വിളിക്കുന്നു. അതുകൊണ്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക്, ഞാൻ അല്പ ആലങ്കാരികമായിട്ട് പറയുകയാണെങ്കിൽ, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയോ കേരളത്തിന്റെ മുഖ്യമന്ത്രിയോ അവരുടെയൊക്കെ പേരുകൂട്ടി നമ്മുടെ സാമാന്യ സംസാര ഭാഷയിൽ സാർ എന്ന് കൂട്ടിച്ചേർക്കാത്ത ഒരു അവസരത്തിലാണ് നമ്മുടെ സ്കൂളിൽ LP സ്കൂളിൽ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകന്റെ പേരിൽ സാർ എന്ന് കൂട്ടിച്ചേർത്ത് ആദരവോടുകൂടി മാത്രമേ നമ്മൾ സംസാരിക്കുകയുള്ളൂ. അതുപോലെ തന്നെ അധ്യാപക ഈ പ്രൊഫഷന്റെ വേറൊരു പുണ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, തങ്ങൾ പഠിപ്പിച്ചു വിട്ട ശിഷ്യന്മാർ ഉന്നത സ്ഥാനത്തിലെത്തുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഈ അധ്യാപകരാണ്. തങ്ങൾ പഠിപ്പിച്ചിട്ട് വിദ്യാർത്ഥികൾക്ക് 10ാം ക്ലാസ്സിലോ പ്ലസ് ടുവിന് ഫുൾ A+ കിട്ടുന്നതിനേക്കാൾ വലിയ സന്തോഷമായിരിക്കും അവർ പഠിപ്പിച്ച് വിട്ട വിദ്യാർത്ഥികൾ ജീവിതത്തിൽ എവിടെയെങ്കിലും ഉന്നത സ്ഥാനങ്ങളിൽ എത്തിവരുമ്പോൾ. ഇപ്പൊ സാർ മുമ്പേ സൂചിപ്പിക്കുകയുണ്ടായി,
സ്വന്തം കുട്ടികൾ എന്നതുപോലെ തന്നെ ആ ഒരു സങ്കല്പത്തിൽ വേണം അധ്യാപകൻ പഠിപ്പിക്കുവാനായിട്ട്. അപ്പൊ ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്, എന്റെ മുമ്പിലിരിക്കുന്ന കുട്ടി, ഓരോ അധ്യാപകനും സ്വന്തം മുമ്പിലിരിക്കുന്ന കുട്ടി സ്വന്തം കുട്ടിയാണ് എന്ന് വിചാരിക്കുന്നത് കൊണ്ടാണ് അവിടെ തിരുത്തലുണ്ടാകുന്നത്, അവിടെ ശിക്ഷണ നടപടികൾ എടുക്കുന്നത്. ആ വിദ്യാർത്ഥിയുമായിട്ട് അകലം കൂടുതലാണ് എങ്കിൽ, ഇത് വല്ലവന്റെ കുട്ടിയാണ് എന്നുള്ള വിചാരം ആ അധ്യാപകന് മനസ്സിലുണ്ടെങ്കിൽ ആ അധ്യാപകൻ ആ കുട്ടിക്ക് നേരെ തിരുത്തലിന്റെ നടപടികൾക്കൊന്നും പോവുകയില്ല. അതുകൊണ്ട് ഇത് കേൾക്കുന്ന മാതാപിതാക്കന്മാരുടെ ഒരു കാര്യം വിനയപൂർവ്വം ഓർമ്മിക്കാനുള്ളത്, നിങ്ങളുടെ കുട്ടികളെ നിങ്ങളുടെ അധ്യാപകർ വഴക്ക് പറഞ്ഞു ശിക്ഷിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ തിരിച്ചറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആനന്ദിച്ച് ആഹ്ലാദിക്കുക. കാരണം നിങ്ങളുടെ മക്കളെ സ്വന്തം മക്കളായി കരുതുന്ന ഒരു കൂട്ടം അധ്യാപകർ പഠിപ്പിക്കുന്ന സ്കൂളിലാണ് നിങ്ങളുടെ കുട്ടികൾ പഠിക്കുന്നത് എന്നോർത്ത് നിങ്ങൾ ആനന്ദിക്കുക. അപ്പോൾ ഞാൻ അധ്യാപകരോടൊക്കെ പറയാനുള്ള ഒരു കാര്യമുണ്ട്, ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ ഓരോ കുട്ടിക്കും മനസ്സിലാകുന്ന ഭാഷ ഓരോന്നാണ്. നമ്മുടെ ഈ ആരോഗ്യശാസ്ത്രത്തിൽ ചില ശരീരത്തിന് അലോപ്പതി ആയിരിക്കും, ചില ശരീരത്തിന് ഹോമിയോപ്പതി ആയിരിക്കും, അല്ലെങ്കിൽ നാച്ചുറോപ്പതി ആയിരിക്കും. അങ്ങനെ പല രീതിയിലുള്ള ചികിത്സാ രീതികളുള്ളതുപോലെ തന്നെ ഓരോ കുട്ടിയോടും സംസാരിക്കേണ്ട ഭാഷ ഓരോന്നാണ്. ചില കുട്ടികളോട് സ്നേഹത്തിന്റെ ഭാഷയിൽ സംസാരിക്കണം, ചില കുട്ടികളോട് അലിവിന്റെ ഭാഷയിൽ സംസാരിക്കണം, മറ്റു ചില കുട്ടികളോട് കരുതലിന്റെ ഭാഷയിൽ സംസാരിക്കണം, ചില കുട്ടികളോട് കണ്ണുരുട്ടലിന്റെ ഭാഷയിൽ സംസാരിക്കണം. പക്ഷെ എനിക്കിട്ട് തല്ല് കിട്ടിയാൽ മാത്രമേ ഞാൻ നന്നാകൂ എന്ന് പറയുന്ന ഒരു ഗുണം വിദ്യാർത്ഥികൾ നമ്മുടെ ഇടയിൽ ഇപ്പോഴും ഉണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ട് ഇവിടെ ഈ പ്രശ്നം ഉദിക്കുന്നത്, സ്നേഹത്തിന്റെ ഭാഷയിൽ സംസാരിക്കുന്ന കുട്ടിയോട്, അല്ലെങ്കിൽ സ്നേഹത്തിന്റെ ഭാഷ മാത്രം മനസ്സിലാക്കുന്ന ഒരു കുട്ടിയോട് ദേഷ്യത്തിന്റെ ഭാഷയിൽ സംസാരിക്കുമ്പോഴാണ് ഇവിടെ പ്രശ്നം ഉണ്ടാകുന്നത്. ഇപ്പം ദേഷ്യത്തിൽ അല്പം കണ്ണുരുട്ടി അല്പം പേടിപ്പിക്കണം എന്നൊക്കെ ഇപ്പം ചില മാതാപിതാക്കന്മാർക്ക് വന്ന് പറയാറുണ്ട്. വെച്ചാൽ എന്റെ കൊച്ചിന് നല്ല അടി കൊടുക്കണം, നല്ല ചുറ്റി അടി കൊടുക്കണം, അവന് ഈ വടിയുടെ ഭാഷ മാത്രമേ മനസ്സിലാകൂ, ഞങ്ങൾ എത്രമാത്രം ഉപദേശിച്ചിട്ടും അവൻ നേരെയാകുന്നില്ല എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു അധ്യാപകന്റെ ശരിയായ ഒരു നല്ല അധ്യാപകന്റെ ലക്ഷണം എന്ന് പറയുന്നത് തന്റെ മുമ്പിലിരിക്കുന്ന വിദ്യാർത്ഥിക്ക് ഏത് ഭാഷയാണ് മനസ്സിലാക്കുന്നത്, ഏത് ഭാഷയിലാണ് സംസാരിക്കേണ്ടത് എന്നുള്ള ഒരു തിരിച്ചറിവ് നേടിയെടുക്കുക എന്നുള്ളതാണ്. സ്നേഹത്തിന്റെ ഭാഷയിൽ സംസാരിക്കുന്ന കുട്ടിയോട് സ്നേഹത്തിന്റെ ഭാഷയിൽ മാത്രം സംസാരിക്കുക, ദേഷ്യത്തിന്റെ ഭാഷയിൽ സംസാരിക്കേണ്ട കുട്ടികളോട് ഈ ദേഷ്യത്തിന്റെ ഭാഷയിൽ സംസാരിച്ചാൽ മാത്രമേ എനിക്ക് മനസ്സിലാകൂ എന്ന് സ്വന്തം ജീവിതം കൊണ്ട് നമ്മെ കാണിച്ചു തരുന്ന വാശി പിടിക്കുന്ന കുട്ടിയോട് സ്നേഹത്തിന്റെ ഭാഷയിലാണ് സംസാരിക്കുന്നതെങ്കിൽ അതൊരു പക്ഷേ ഒരു നല്ല ഫലം ഉണ്ടാകണം എന്നില്ല. ആ കുട്ടികൾ അല്പം ദേഷ്യത്തിന്റെ ഭാഷയിലാണ്, ദേഷ്യത്തിന്റെ ഭാഷയിൽ തന്നെ നമ്മൾ സംസാരിക്കേണ്ടിയിരിക്കുന്നു. ഒരു അധ്യാപകന്റെ വിഷമം മനസ്സിലാക്കുക. ഞാൻ അത് സൂചിപ്പിച്ചപ്പോൾ തന്നെ 40 കുട്ടികൾ ഒരു ക്ലാസ് ഉണ്ടെങ്കിൽ ആ 40 കുട്ടികൾ 40 കുടുംബങ്ങളിൽ ജനിച്ച, 40 സംസ്കാരങ്ങളിൽ വളർന്ന, 40 മാതാപിതാക്കന്മാരിൽ നിന്ന് പിറവിയെടുത്ത 40 വ്യത്യസ്തമായ ഭാവങ്ങളാണ്. ഈ 40 വിദ്യാർത്ഥികളെയാണ് ഒരേ സമയം ആദ്യം അച്ചടക്കം പഠിക്കുകയും മര്യാദയിരിക്കുകയും ചെയ്തിട്ട് വേണം പിന്നെ അക്ഷരം പഠിപ്പിക്കാൻ എന്നുള്ള ഒരു വലിയൊരു റിസ്ക് അവർക്ക് ഏറ്റെടുക്കേണ്ടി വരുന്നത്. നമുക്കൊക്കെ മാതാപിതാക്കന്മാർക്ക് അറിയാം, ഇത് കേൾക്കുന്ന മാതാപിതാക്കൾക്ക് അറിയാം, ഒരു കുട്ടിയെ പോലും വളർത്താനുള്ള ബുദ്ധിമുട്ട് എന്താണ് എന്ന് നിങ്ങൾക്കറിയാം. അങ്ങനെ വരുമ്പോഴേക്കും ഒരു ക്ലാസ്സിലെ വ്യത്യസ്ത സംസ്കാരങ്ങളിൽപ്പെട്ട 40 കുട്ടികളെ ഒരുമിച്ചിരുത്തി അവരെയൊക്കെ നല്ല നിലയിലേക്ക് വളർത്തുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങേയറ്റം റിസ്ക് ഉള്ള, അല്ലെങ്കിൽ ഇപ്പൊ വെല്ലുവിളി നിറഞ്ഞ ഒരു പരിപാടി തന്നെയാണ്. ഞാൻ ചെറിയൊരു ഉദാഹരണം പറയുകയാണ്. അപ്പൊ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇന്ത്യൻ നാവികസേനയിൽ ജോലി ചെയ്യുന്ന ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനെ പരിചയപ്പെടാനായി. അദ്ദേഹം ഞാനൊരു അധ്യാപകനാണ്, ഒരു സ്കൂൾ പ്രിൻസിപ്പളാണ് എന്ന് പറഞ്ഞപ്പോഴേക്കും ഇന്നത്തെ കാലഘട്ടത്തിലെ അധ്യാപക രീതിയിൽ വരുന്ന ചില പോരായ്മകളെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇന്ത്യൻ നാവികസേനയിലാണെങ്കിൽ പോലും ഞാൻ മദ്യപിക്കാറില്ല, പുകവലിക്കാറില്ല. അതിന് പ്രത്യേകമായ കാരണമുണ്ട്. അദ്ദേഹം ഒരു സ്കൂൾ വിദ്യാർത്ഥിയായിരുന്ന കാലഘട്ടത്തിൽ പുകവലിക്കാനുള്ള അദ്ദേഹം ഒരു ശ്രമം നടത്തി. പുകവലിക്കാനുള്ള ശ്രമം അദ്ദേഹം നടത്തുന്നതിന്റെ ഭാഗമായിട്ട് പള്ളിക്കൂടത്തിനടുത്തുള്ള ഒരു സെമിത്തേരിയിലെ 2 കൂട്ടുകാർ ഒരുമിച്ചിട്ട് പുകവലിക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആ പള്ളിയിലെ കപ്പിയാര് അത് കാണുകയും അത് അവിടെ സ്കൂളിൽ അറിയിക്കുകയും ചെയ്തു. പിറ്റേ ദിവസം സ്കൂളിലേക്ക് ചെന്നപ്പോഴേക്കും അസംബ്ലിക്ക് മുമ്പിൽ ഞങ്ങളെ പിടിച്ചു നിർത്തി ഞങ്ങളുടെ ഹെഡ് മാസ്റ്റർ ഞങ്ങളെ ചൂരൽ വടികൊണ്ട് നല്ല ചൂരൽ കഷായം തന്നു. അത് മാത്രമല്ല, വീട്ടിലെത്തിയപ്പോഴേക്കും വീട്ടിൽ നിന്നും ഞങ്ങൾക്ക് കിട്ടി ചൂരൽ കഷായം. അന്ന് ഞങ്ങൾ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ സ്കൂളിൽ നിന്നും മാതാപിതാക്കളിൽ നിന്ന് ലഭിച്ച ചൂരൽ കഷായത്തിന്റെ ഒരു പരിണിത ഫലമായിട്ടാണ് ഇപ്പോൾ ഞങ്ങൾക്ക് മിലിറ്ററിയിൽ ഇതൊക്കെ സൗജന്യമായിട്ട് കിട്ടുമെങ്കിൽ പോലും അതിനോടൊന്നും നോ പറഞ്ഞുകൊണ്ട് വളരെ സത്യസന്ധമായ നേർമയുള്ള ധാർമ്മികതയിൽ അടിയുറച്ച ഒരു ജീവിതം നയിക്കാനായിട്ട് സാധിക്കുന്നത് ഞങ്ങളുടെ സ്കൂളിൽ നിന്നും ഞങ്ങളുടെ അധ്യാപകരിൽ നിന്നും കിട്ടിയ ആ തിരുത്തൽ നടപടിയുടെ ഭാഗമായിട്ടാണ് എന്ന് അദ്ദേഹം ഓർമ്മിക്കുകയാണ്. ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒന്ന് ഇടപെടുകയാണ് ഫാദർ ജോൺസൺ പാലപ്പള്ളി. അങ്ങ് സൂചിപ്പിച്ചു ഈ അസംബ്ലിയുടെ മുന്നിൽ നിർത്തി ഇത്തരത്തിലുള്ള ശിക്ഷാ നടപടികൾ. പണ്ട് ഒരു പഴയ തലമുറയുടെ കാലഘട്ടത്തിൽ ഇതല്ല ഇതിനപ്പുറം ഉള്ള ശിക്ഷാ നടപടികൾക്ക് വിദ്യാർത്ഥികൾക്ക് അത് നേരിടേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ ഇന്ന് ഇതിന്റെ ഒരു പകുതിയിൽ ഒരു അംശം പോലും ഒരു ശിക്ഷാ നടപടികൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും വിദ്യാർത്ഥികൾ ആത്മഹത്യയിലേക്ക്, അത്തരം കാര്യങ്ങളിലേക്ക് പോകുന്നത് എന്തുകൊണ്ടാണ്? പഴയ തലമുറയുടെ ഒരു മനക്കരുത്ത് ഇന്നത്തെ തലമുറയ്ക്ക് എന്തുകൊണ്ട് നഷ്ടപ്പെട്ടു പോകുന്നു? ഞാൻ ആദ്യം സൂചിപ്പിച്ചു, നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ഒരു പ്രശ്നം എന്ന് പറയുന്നത് അവരുടെ ഉൾക്കരുത്ത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ഉൾക്കരുത്ത് ആരോ ചോർത്തിയെടുത്തുകൊണ്ടിരിക്കുകയാണ്.
ദേ ആർ ഫ്രാജൈൽ, ചിൽഡ്രൻ ആർ ഫ്രാജൈൽ എന്ന് നിരന്തരം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാനിപ്പോ ഒരു വ്യക്തിയോട് താങ്കൾ ആകെ കൂടി പനിയാണല്ലോ അല്ലെങ്കിൽ രോഗമാണല്ലോ എന്നൊക്കെ പറഞ്ഞ് വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ വ്യക്തിക്ക് അങ്ങനെ ഒരു മാനസികമായിട്ടുള്ള അങ്ങനെ ഒരു തളർച്ച അനുഭവപ്പെടും. അതുകൊണ്ട് കുട്ടികൾ എന്ന് പറഞ്ഞാൽ വളരെ ദേ ആർ ഫ്രാജൈൽ, അവർ കുമിളകൾ പോലെയാണ്, അവർക്ക് ഉൾക്കരുത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിരന്തരം ഓർമ്മിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവർക്ക് ഉൾക്കരുത്തില്ലാതെ ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സംഗതി, പ്രത്യേകിച്ച് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലൊക്കെ ആണെങ്കിലും രാവിലെ സ്കൂളിന്റെ വീടിന്റെ ഗേറ്റിൽ നിന്ന് വണ്ടിയിൽ കയറുന്ന ഒരു വിദ്യാർത്ഥി സ്കൂളിന്റെ ഉള്ളിലാണ് അവൻ ഇറങ്ങുന്നത്. ഈ സ്കൂൾ ഗേറ്റിനും വീടിന്റെ ഗേറ്റിനും ഇടയ്ക്കുള്ള ഒരു ലോകമുണ്ട്, യാഥാർത്ഥ്യങ്ങളുടെ ലോകമുണ്ട്. ആ ലോകം അവൻ നഷ്ടപ്പെടുകയാണ്. ക്ലാസ് മുറികൾക്ക് അപ്പുറത്ത് എന്ത് സംഭവിക്കുന്നു എന്ന് അവർക്കറിയില്ല. നമ്മുടെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചോളം ഈ പണം എന്ന് പറയുന്നത് ഏതെങ്കിലും ATM കാർഡ് കൗണ്ടറിൽ പോയി അവിടെ കാർഡ് ഇട്ട് കൊടുത്തിട്ട് ഏതാനും നമ്പറുകൾ അടിച്ചാൽ നമുക്ക് പുറത്തു വരുന്ന ഒരു സാധനമാണ് പണം എന്നുള്ള സങ്കല്പത്തിലാണ് നമ്മുടെ വിദ്യാർത്ഥികൾ വളർന്നു വരുന്നത്. അതുകൊണ്ട് അനുദിന ജീവിതത്തിലെ കഷ്ടപ്പാടുകൾ അവരറിയുന്നില്ല. അവർക്ക് ഉൾക്കരുത്ത്, അതായത് ഒരു ചെറിയ ഭയപ്പെടുത്തലിനെ പോലും കണ്ടെത്തലിനെ പോലും അപകരിക്കാനായിട്ട് കഴിവില്ലാതെ അവരുടെ മനസ്സ് ദുർബലമായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഈ സിലബസ് എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ എല്ലാ വിഷയങ്ങളും പഠിപ്പിക്കുന്നുണ്ട്, പക്ഷേ ജീവിക്കുവാനായിട്ട് മാത്രം നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പൊ സർക്കാരിന്റെയൊക്കെ സങ്കല്പം അനുസരിച്ച് മതപഠനം വേണ്ട അല്ലെങ്കിൽ മറ്റ് ധാർമ്മിക പഠനങ്ങളൊന്നും വേണ്ട, വിഷയങ്ങൾ മാത്രം പഠിച്ചാൽ മതി എന്നുള്ളൊരു നിലപാടാണ് നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ നിലനിൽക്കുന്നത്. ഇന്നലെ കഴിഞ്ഞ ദിവസം ഓസ്ട്രേലിയയിൽ നിന്ന് ഒരു കുടുംബം എന്റെ സ്കൂളിൽ സന്ദർശിക്കാനായിട്ട് ഇടയുണ്ടായി. അപ്പോൾ 10ാം ക്ലാസ്സിലെ കുട്ടികളോടുമായിട്ട് സംബന്ധിച്ചുകൊണ്ടിരിക്കുന്നതിൽ അവർ ചോദിച്ചു, നിങ്ങൾ എന്തൊക്കെയാണ് വിഷയത്തിലൂടെ പ്രധാനമായിട്ടും പഠിച്ചുകൊണ്ടിരിക്കുന്നത്? IT ഉൾപ്പെടെ 10ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ 6 വിഷയമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ കുട്ടി പറയുകയാണ്, ഞങ്ങൾക്ക് ഇതിൽ പ്രധാനപ്പെട്ട ഒരു വിഷയം റിലീജിയൻ ആണ്. റിലീജിയൻ ഒരു കോർ സബ്ജക്റ്റ് ആയിട്ട് തന്നെ അവിടുത്തെ വിദ്യാർത്ഥികൾക്ക് പഠിക്കാനായിട്ടുള്ള അവസരമുണ്ട് എന്ന് ആ വിദ്യാർത്ഥി ഓർപ്പിക്കുകയുണ്ടായി. ഇപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ കുട്ടികളെ ജീവിക്കാനും കൂടി അല്ലെങ്കിൽ പ്രതിസന്ധികളെ അഭിമുഖീകരിക്കാനും കൂടി നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പൊ നമ്മുടെ കുട്ടികളുടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ കാലഘട്ടത്തിൽ സിനിമയും മയക്കുമരുന്നും നമ്മുടെ കുട്ടികളുടെ വഴിതെറ്റിക്കുന്ന പ്രധാനപ്പെട്ട 2 ഘടകങ്ങളാണെന്ന് നമുക്ക് പറയാതിരിക്കാൻ വയ്യ. കഴിഞ്ഞ വർഷം മാത്രം റിലീസ് ചെയ്ത ചില പടങ്ങളുടെ പേര് ഞാൻ പറയാം. തല്ലുമാല, RDS, ചാവേർ, പണി, റൈഫിൾ കപ്പ്, അടി, ആവേശം, മാർക്കോ എന്നൊക്കെ വിജയം നേടിയ സിനിമകളാണ്. ആ സിനിമകളിലേക്ക് ഒരു കോമ്പിനേഷൻ നോക്കിയിട്ടുണ്ടെങ്കിൽ വയലൻസ്, കൊട്ടേഷൻ, ക്രിമിനലിസം, ഈ 3 ഒരു ഫോർമുലയാണ്, ഒരു സമഞ്ജസമായ സമ്മേളനമാണ് ഇപ്പോഴത്തെ സിനിമകളുടെ ഒരു വിജയ ഫോർമുല. ഇതൊക്കെ ഈ കുട്ടികൾ കാണുമ്പോഴേക്കും ഇതാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ ഹീറോ ആകാനായിട്ട് ജീവിതത്തിൽ അനുവർത്തിക്കേണ്ട ഒരു കാര്യങ്ങൾ എന്ന് കുട്ടികൾ ധരിച്ചു വന്നിരിക്കുമ്പോൾ ക്ലാസ് റൂമും അധ്യാപകരും ഒക്കെ അവർക്ക് അന്യരാണ്, അവരെ ബഹുമാനിക്കേണ്ട കാര്യമില്ല എന്നുള്ള ഒരു കാര്യത്തിൽ കിടക്കുകയാണ്. അതോടൊപ്പം തന്നെ പോലീസിന്റെ ഇന്റലിജൻസ് റിപ്പോർട്ട് അനുസരിച്ച് 1052 വിദ്യാലയങ്ങളാണ് കേരളത്തിൽ ലഹരി മാഫിയയുടെ പിടിയിൽ എന്നുള്ള റിപ്പോർട്ട് പോലീസ് ഇന്റലിജൻസിന്റെ പുറത്തുവിടുകയുണ്ടായി. നമ്മുടെ കുട്ടികളെ വലവീശി പിടിക്കാനിരിക്കുന്ന അല്ലെങ്കിൽ ഇതുപോലുള്ള ലഹരി മാഫിയകളും അതുപോലെ തന്നെ ചെറിയ സ്ക്രീനിലും വലിയ സ്ക്രീനിലും ഒക്കെ കുട്ടികളെ പ്രലോഭിപ്പിക്കുന്ന, വഴിതെറ്റിക്കുന്ന ചില പ്രലോഭനങ്ങളൊക്കെ നമ്മുടെ വിദ്യാർത്ഥികളെ ഉൾക്കരുത്ത് ചോർത്തിയെടുക്കുന്നുണ്ട്. അധ്യാപകരോടുള്ള മാതാപിതാക്കളോടുള്ള മനോഭാവത്തിലെ കാതലായ വ്യത്യാസം വരുത്തുന്നുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കും. ഫാദർ റോയ് കണ്ണഞ്ചിറ സീമെ, നമുക്ക് ഇതിൻ്റെ അകത്തൊരു രാജ്യദ്രോഹപരമായിട്ടുള്ളൊരു എലമെന്റ് കൂടി ഒന്ന് പരിശോധിക്കേണ്ടതല്ലേ? ജോൺസൺ അച്ഛൻ സൂചിപ്പിച്ച് നിർത്തിയൊരു പോയിന്റ്, ഈ വിദ്യാർത്ഥികളെ വഴിതെറ്റിക്കാൻ വേണ്ടി സിനിമകളിലൂടെ, ലഹരിയിലൂടെ അല്ലെങ്കിൽ അക്രമവാസനകൾ നിറഞ്ഞ വീഡിയോകളിലൂടെ, നവമാധ്യമങ്ങളിലൂടെ വിദ്യാർത്ഥികളെ വഴിതെറ്റിക്കുന്നു. ഒരു ഉദാഹരണം പറയുക, ഒരു വിദ്യാർത്ഥി ഒരു മയക്കുമരുന്നിന് അഡിക്റ്റഡ് ആയി കഴിഞ്ഞാൽ പിന്നെ ആ വിദ്യാർത്ഥിയിലൂടെ ആ വിദ്യാർത്ഥിയുടെ കുടുംബത്തിനും സമൂഹത്തിനും സമുദായത്തിനും രാജ്യത്തിനും ലഭിക്കേണ്ട നന്മകളാണ് അവിടെ ബ്ലോക്ക് ചെയ്യപ്പെടുന്നത്. ഒരു തലമുറ തന്നെ ഇത്തരത്തിൽ ഒരു ശിക്ഷണ നടപടികൾ ഇല്ലാതെ അല്ലെങ്കിൽ അച്ചടക്ക നടപടികൾ നേരിടാതെ തോന്നിയ പോലെ ഇങ്ങനെ കയറൂരി വിട്ട് അത്തരത്തിലുള്ള ഒരു ജീവിതം അവലംബിച്ചു കഴിഞ്ഞാൽ ആ തലമുറയാണ് പിന്നീട് രാജ്യത്തെ ഒരു ഘട്ടത്തിൽ നയിക്കേണ്ടത്. അപ്പോൾ ഒരു രാജ്യത്തെ തകർക്കുക എന്ന ലക്ഷ്യം കൂടി ഇത്തരത്തിലുള്ള നീക്കങ്ങൾക്ക് പിന്നിൽ നമുക്ക് സംശയിക്കാൻ സാധിക്കുകയില്ലേ ഫാദർ റോയ് കണ്ണഞ്ചിറ? ഒരു രാജ്യത്തെ തകർക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി ഈ ഒരു ബാലതലമുറയെ തകർക്കുക എന്ന ഒരു പ്രവൃത്തി ചെയ്യുന്നു എന്ന് നമുക്ക് ഇതിൽ നിന്ന് നിരീക്ഷിക്കാം എന്ന് എനിക്ക് പറയാനുള്ളൂ. പക്ഷെ ഇവിടെ സംഭവിക്കുന്ന ഈ ഒരു അവസ്ഥയെ നമ്മൾ വിമർശനാത്മകമായി വിലയിരുത്തിയാൽ നമുക്ക് തന്നെ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും. നമ്മുടെ കാലത്ത്, നമ്മുടെ ഈ ഒരു തലമുറയുടെ കാലത്ത്, ഇപ്പൊ നമ്മൾ ഈ 4 പേര് ഇരിക്കുന്ന ഒരു തലമുറയാണ്. നമുക്കൊരു തോൽവി വന്നാൽ, പരീക്ഷയിൽ ഒരു തോൽവി വന്നാൽ, അത് ഞാൻ പരിശ്രമിക്കാത്തത് കൊണ്ട് വന്ന തോൽവിയാണെന്നും എനിക്ക് വിജയിക്കാൻ കഴിയുമായിരുന്നു, കുറച്ചുകൂടി പരിശ്രമിച്ചാൽ വിജയിക്കാമായിരുന്നു എന്ന് പറയുന്ന ഒരു എൻഡിലേക്കാണ് ഓരോ പരീക്ഷാ പേപ്പർ കൊണ്ടുവരുന്ന ക്ലാസ്സിൽ വിതരണം ചെയ്യുമ്പോഴും അധ്യാപകൻ പറയുന്നത്. ഇവിടെ ഇപ്പോൾ ഒരു കലോത്സവത്തിന് നമ്മൾ പോകുമ്പോൾ നന്നായിട്ട് മത്സരിച്ചാൽ
നിനക്ക് ജയിക്കാം എന്നാണ് നമ്മളോട് പറഞ്ഞു വിട്ടിരുന്നത്. നമ്മളൊക്കെ സാഹിത്യ സമാജങ്ങളിലൂടെയും മറ്റേ ഉപജില്ലാ ജില്ലാ കലോത്സവങ്ങളിലൂടെയും ഒക്കെ മത്സരിച്ചൊക്കെ വളർന്നു വരുമ്പോൾ ഒരിക്കലും ഒരു ജഡ്ജിനെ പോയി കാണാനായിട്ട് നമുക്കൊരിക്കലും ചിന്തിക്കാൻ പോലും പറ്റുകയില്ലായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ ടോട്ടലി മാറി. ഇപ്പോൾ ഒരു കച്ചവടവും ഒരു ബിസിനസ്സുമായിട്ട് ഈ വിലയിരുത്തൽ കലോത്സവങ്ങൾ, പരീക്ഷാ മൂല്യനിർണ്ണയം ഇതെല്ലാം ചിലരുടെ സ്റ്റാറ്റസ് സിമ്പലാക്കി അങ്ങ് മാറ്റുകയാണ്. SSLC പരീക്ഷ മൂല്യനിർണ്ണയം എന്ന് പറയുന്നത് വിദ്യാഭ്യാസ മന്ത്രിയുടെ സ്റ്റാറ്റസ് സിമ്പൽ ആയിട്ട് മാറുകയാണ്. ഞാൻ കഴിഞ്ഞ വർഷത്തേക്ക് സംസ്ഥാന SSLC റിസൾട്ട് പബ്ലിഷ് ചെയ്ത സമയത്ത് എനിക്ക് ഭയങ്കര ഉത്കണ്ഠയുണ്ടായിരുന്നു. നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ഉൾപ്പെടെയുള്ളവർ ആകെ ആകുലചിതരായി അറ്റാക്ക് വന്ന് മരിക്കുമെന്ന് ഞാൻ പേടിച്ചു പോയി. കാരണം ഈ 100% അപ്പുറത്ത് വിജയം കൊടുക്കാൻ പറ്റുകയല്ലോ. അപ്പൊ നമ്മുടെയൊക്കെ ഒരു ദുരന്തം എന്താണെന്ന് നോക്കൂ. നമ്മുടെ കുട്ടികൾ തോറ്റുപോയി കഴിഞ്ഞാൽ ഉടൻ അവർ ആത്മഹത്യ ചെയ്ത് കളയും, അവരുടെ വ്യക്തിത്വം നശിച്ചു പോകുന്ന ആരാണ് ഈ ഒരു കാലഘട്ടത്തിലൂടെ ഈ ബാലതലമുറയുടെ മനസ്സിലേക്ക് പറഞ്ഞു കൊടുത്തത് ആരാണ്? നമ്മുടെയൊക്കെ കാലത്ത് തോൽവി എന്ന് പറയുന്നത് വിജയത്തിലേക്കുള്ള ചവിട്ടുപടി, അതായിരുന്നല്ലോ ഒരു പ്രധാനപ്പെട്ട ടാഗിലൈൻ. എല്ലാ മത്സരങ്ങൾക്കും പോകുമ്പോൾ അനുഗ്രഹിച്ചു വിടുന്ന അധ്യാപകർ പറയുന്നതാണ്, മക്കളെ നിങ്ങൾ നന്നായിട്ട് അധ്വാനിച്ചോളൂ, ജയിക്കാം തോൽക്കാം, ജയിച്ചാൽ സന്തോഷം, തോറ്റു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ പരിശ്രമിക്കാനുള്ള കൂടി നിങ്ങൾക്ക് ലഭിക്കുകയാണ്. ഇത്തരത്തിൽ പോസിറ്റീവായിട്ട് മത്സരബോധത്തെ ക്രമീകരിക്കാനായിട്ട് വിദ്യാഭ്യാസ വകുപ്പും പിന്നെ പൊതുസമൂഹവും മാധ്യമങ്ങളും ഒക്കെ പരിശ്രമിച്ചിരുന്നു. അപ്പോൾ ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഇപ്പോൾ ഇവിടെ ഒരു തോൽവി എന്ന് പറയുന്നത് പോയി തീർന്നു. എടാ നീ തീർന്നുടാ എന്നാണ് പറയുന്നത്. തോറ്റു കഴിഞ്ഞിരുന്നെങ്കിൽ നീ തീർന്നു എന്നാണ് പറയുന്നത്. പിന്നെ അവനൊന്നുമില്ല എന്നാണ് പറയുന്നത്. അത് എത്രയോ തെറ്റിദ്ധാരണജനകമായ ഒരു കാര്യമാണ്. അപ്പൊ ഇവിടെ സംഭവിക്കുന്നത് തോൽവിയെ വിജയകരമായി അംഗീകരിക്കാൻ നമ്മുടെ മക്കൾ പഠിക്കേണ്ടതുണ്ട്. അതിനൊരു പരിശ്രമം ഇപ്പോൾ നമ്മുടെ മക്കൾക്ക് കിട്ടുന്നില്ല. കാരണം തോൽക്കാനേ പാടില്ല എന്നുള്ളതാണ് നമ്മുടെ മക്കൾക്ക് കൊടുക്കുന്ന ഒരു സന്ദേശം. SSLC പരീക്ഷ ഇവിടെ നോക്കൂ, ഇപ്പം പപ്പ എന്ന് പറയുന്നതിന് പകരം പട്ടി എന്ന് എഴുതിയാൽ 50% മാർക്കാണ്. അവൻ ജയിച്ചു, അവൻ തോറ്റില്ല. കാരണം ഇതാണ്, പകുതി ശരിയാണ്, വരെ ശരിയായി. ഇതാണ് നമ്മുടെ ഇന്നത്തെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെ, പ്രത്യേകിച്ച് ഗവൺമെന്റ് സംസ്ഥാന സർക്കാരിന്റെ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഒരു വിശകലന രീതി ഇതാണ്, മൂല്യനിർണ്ണയ രീതി ഇതാണ്. IED സർട്ടിഫിക്കറ്റ് വാങ്ങിക്കൊണ്ട് രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പിൻബലമുള്ള വിദ്യാർത്ഥികൾ സ്ക്രൈബിനെ വെച്ച് പരീക്ഷ എഴുതിപ്പിച്ച് പിന്നെ മാർക്ക് വാങ്ങിക്കുന്ന ഒരു സിസ്റ്റം ഇവിടെ നിലനിൽക്കുകയാണ്. 100% വിജയത്തിന് വേണ്ടി എന്ത് വിട്ടുവീഴ്ചയും ചെയ്യാൻ യാതൊരു ജാള്യതയും ഇല്ലാത്ത ഒരു പിന്നെ മാനേജ്മെന്റ് സിസ്റ്റത്തിലേക്ക് ഈ ഒരു കാലം മാറുകയാണ്. ഇവിടെയൊക്കെ വരുമ്പോൾ വിദ്യാർത്ഥികൾക്ക് പരിശ്രമിക്കേണ്ട ആവശ്യമേ ഇല്ല, എങ്ങനെ പോയാലും വിജയിച്ചിരിക്കും എന്നൊരു അവസ്ഥയിലേക്ക് വരികയാണ്. അപ്പോൾ വിദ്യാഭ്യാസത്തിന് റിസ്ക് ഫാക്ടർ ഇല്ലാതെയായി. ഞാനതാണ് പറഞ്ഞ ഒന്നാമത്തെ പോയിന്റ്. കഠിനാധ്വാനം എന്ന് പറയുന്ന പരിപാടി വിദ്യാഭ്യാസത്തിന് ആവശ്യമില്ല. വെറുതെ ഇരുന്നാൽ വിദ്യാഭ്യാസ മന്ത്രി ജയിപ്പിച്ചു തരും, വിദ്യാഭ്യാസ വകുപ്പ് ജയിപ്പിച്ചു തരും എന്നുള്ള ഒരു തെറ്റായ ഒരു മൂല്യബോധം നമ്മുടെ മക്കളുടെ മനസ്സിൽ വന്നു, ഒന്നാമത്തേത്. ഇനി രണ്ടാമത്തേത്, ഇപ്പോൾ പാലപ്പള്ളിയച്ചൻ പറഞ്ഞ 8-10 സിനിമകളുടെ പേരുകൾ, ആ പേരുകൾ കേൾക്കുമ്പോൾ തന്നെ നമ്മുടെയൊക്കെ മുതിർന്നവരുടെ പോലും മനസ്സിൽ ഞെട്ടലാണ്. ഈ പിന്നെ ഏറ്റവും കൂടുതൽ പണം വാരി സിനിമകളായിട്ട് അവതരിപ്പിക്കപ്പെട്ട ഈ കിങ് ഓഫ് കൊത്ത, ആവേശം, ഇപ്പോഴത്തെ മാർക്കോ തുടങ്ങിയ സിനിമകളൊക്കെ ഈ ഒരു പൊതുസമൂഹ ബോധത്തിൽ കൊണ്ടുവന്ന ചിന്ത എന്താണ്? എന്തെങ്കിലും ഒരു ദേഷ്യം വന്നാൽ അവനെ തീർക്കുക. അത് അപ്പനാണേലും അധ്യാപകനാണേലും. കണ്ടില്ലേ അവൻ പറഞ്ഞ ഡയലോഗ് എന്താണ്? ആ കുട്ടി പറഞ്ഞ ഡയലോഗ് എന്താണ്? തീർത്ത് കളയും എന്നാണ് പറയുന്നത്. യാതൊരു ജാള്യതയും ഇല്ല. അപ്പോൾ അങ്ങനെ പറയുന്നതാണ് ഈ ഒരു കാലഘട്ടത്തിന്റെ ആവേശം എന്ന് നമ്മുടെ മക്കളുടെ മനസ്സിൽ പതിപ്പിച്ചു കൊടുക്കുന്ന ഇത്തരത്തിലുള്ള ഈ മാധ്യമ സർക്കസുകൾ നമ്മളൊരു പുതിയ തലമുറയെ തീർന്നു കളയാണ്. നമ്മൾ ഇതുവരെ നിലനിർത്തിക്കൊണ്ടുവന്ന അതിജീവനത്തിന്റെയും ഒരു സമൂഹ നിർമ്മിതിയുടെയും രാഷ്ട്ര നിർമ്മിതിയുടെയും ഒക്കെ പൊതുബോധത്തിലേക്ക് പുതിയ തലമുറ ഉണർന്നു വരേണ്ടത് ഈ ധാരയിലൂടെയാണ്, ഈ മൂല്യബോധത്തിലൂടെയാണ് എന്നൊക്കെ നമ്മൾ നമ്മുടെ മക്കളെ പഠിപ്പിച്ചിരുന്ന ഒരു കാലത്തിന് പകരം ഇവിടെ മാധ്യമങ്ങൾ ഈ മക്കളെ ദുരുപയോഗിക്കുന്നു. അവരുടെ ഇത്തരത്തിലുള്ള ക്യൂരിയോസിറ്റിയെ ദുരുപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സിനിമകൾ നിർമ്മിച്ചു കൊടുക്കുന്നു. മയക്കുമരുന്ന് കച്ചവടക്കാർ ആര് ചത്താലും കുഴപ്പമില്ല, ആര് മരിച്ചാലും കുഴപ്പമില്ല, ഏതവൻ നശിച്ചു പോയാലും കുഴപ്പമില്ല എന്ന് പറയുന്ന രീതിയിൽ കുഞ്ഞു വിദ്യാർത്ഥികളുടെ, ഇന്ന് ഈ കഴിഞ്ഞ ദിവസം ഒരു പോലീസിന്റെ വീഡിയോ കണ്ടു. 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടിയുടെ ബാഗിൽ നിന്ന് 25,000 രൂപ വില വരുന്ന അമേരിക്കൻ സിഗരറ്റ് കിട്ടി.
മയക്കുമരുന്ന് സിഗരറ്റ് കിട്ടി. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനിയുടെ ബാഗിൽ നിന്ന് MDMA കിട്ടി. ഇത് ആര് കൊണ്ടുപോയി വിൽക്കുന്നു? അപ്പോൾ ഇതിനൊക്കെ പിന്നിൽ ഈ മാർക്കറ്റ് സ്പേസ്, ഈ കച്ചവട സാധ്യതയുള്ള ഈ മേഖലയെ ഉപയോഗിക്കാനായിട്ട് യാതൊരു ജാള്യതയും ഇല്ലാതെ ഉപഭോഗ സംസ്കാരത്തിന്റെ കുത്തക മുതലാളിമാർ ഈ ഒരു കാലത്തെ വിലക്കെടുത്ത് നശിപ്പിക്കുകയാണ് എന്ന് തന്നെ വേണം പറയാനായിട്ട്. അതുകൊണ്ട് അധ്യാപക സംഘടനകൾ ഉണരണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. വിദ്യാർത്ഥി സംഘടനകൾ ഉണരണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. വിദ്യാർത്ഥി സംഘടനകളിലൊക്കെ ഇവിടെ രാഷ്ട്രീയത്തിന്റെ പേരിൽ വിദ്യാർത്ഥികളെ, അടുത്തിരിക്കുന്നവനെ ശത്രുവായിട്ട് കാണാൻ പ്രലോഭിപ്പിക്കപ്പെടുന്ന അന്തരീക്ഷത്തിൽ നിന്ന് മാറി ഒരു പുതിയ സംസ്കാരം, വിദ്യാലയ സംസ്കാരം, അധ്യാപകരെ ആദരിക്കുന്ന, അറിവിനെ ആദരിക്കുന്ന, മാതാപിതാക്കളെ ആദരിക്കുന്ന ഒരു പുതിയ സംസ്കാരത്തിലേക്ക് നമ്മുടെ വിദ്യാർത്ഥികൾ ഉണർന്നു വരാൻ ഈ രാഷ്ട്രീയപരമായ നിലപാടെടുക്കുന്ന പോളിസി മേക്കേഴ്സ് ആയിട്ടുള്ള വിദ്യാഭ്യാസ മന്ത്രി ഉൾപ്പെടെ, മുഖ്യമന്ത്രി ഉൾപ്പെടെ, വിദ്യാഭ്യാസ വകുപ്പിനെ നിയന്ത്രിക്കുന്ന ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഉൾപ്പെടെയുള്ള മന്ത്രിമാരും വിദ്യാഭ്യാസ വിചക്ഷണരും ഉന്നത ഉദ്യോഗസ്ഥരും ഒരുമിച്ച് പരിശ്രമിച്ച് അധ്യാപകരെ അതിലേക്ക് നയിച്ച് ഒരു പുതിയ സംസ്കാരത്തിലേക്ക് ഉണരണം. എന്നാൽ മാത്രമേ ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്ന ഈ ഒരു കാര്യങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള ഒരു തുടർച്ച ലഭിക്കുകയുള്ളൂ. അല്ലെങ്കിൽ എന്നോട് ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരമായി ഈ കാലം മാറും. രാഷ്ട്രത്തെ നശിപ്പിക്കാനും സമൂഹത്തെ നശിപ്പിക്കാനും ആഗ്രഹിക്കുന്നവരുടെ ഇരയായി, ആ ദുരാഗ്രഹത്തിന്റെ ഇരയായി ഈ ഒരു ബാലതലമുറ വീണ് നശിച്ചു പോകും എന്നുള്ളത് തന്നെയായിരിക്കും അതിന്റെ ദുരന്തം. അതിൽ നിന്ന് നമുക്കൊരു പ്രതിബോധം നിർമ്മിക്കാൻ ഇത്തരത്തിലുള്ള ചർച്ചകൾക്കെങ്കിലും കഴിയട്ടെ എന്നാണ് എൻ്റെ ഒരു വിചാരം. അവസാനമായി ശ്രീ ടോം മാത്യു, ഒരു പോയിന്റ് കൂടി നാം ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു. ഈ പഴയ കാലഘട്ടത്തിൽ ഈ അധ്യാപകരും വിദ്യാർത്ഥികളും തമ്മിൽ ഒരു ആരോഗ്യകരമായിട്ടുള്ള ഒരു വേർതിരിവ് നിലനിന്നിരുന്നു. എന്നാൽ ഇന്നത്തെ ഒരു തലമുറയിലേക്ക് വരുമ്പോൾ ആ വേർതിരിവ് നേർത്ത് വരുന്നു. പലപ്പോഴും പല അധ്യാപകരും ഈ വിദ്യാർത്ഥികളുടെ ഒരു കൈയടി ലഭിക്കാൻ വേണ്ടി ചില ആശാസ്യകരമല്ലാത്ത ന്യൂജൻ ശൈലികൾ അവലംബിക്കുന്നു. തീർച്ചയായിട്ടും മാറുന്ന കാലഘട്ടത്തിനനുസരിച്ച് വിദ്യാർത്ഥികളുമായി അത് സംവദിക്കണം. അത് തീർച്ചയായിട്ടും അത്തരത്തിലുള്ള അധ്യാപന ശൈലി വേണം. പക്ഷേ ചില ആശാസ്യകരമല്ലാത്ത ചില ന്യൂജൻ ശൈലികൾ, വിദ്യാർത്ഥി ആരാ, അധ്യാപകൻ ആരാ, അധ്യാപിക ഏതാ എന്ന് നമുക്ക് വേർതിരിച്ചറിയാത്ത രീതിയിലേക്ക് ചില കാര്യങ്ങളൊക്കെ പോകുന്നു. അത് ഒരു നല്ല പ്രവണതയാണോ? ഒരു നല്ല ഗുരു ശിഷ്യ ബന്ധത്തിന്റെ ഒരു ആംഗിളിലൂടെ നോക്കുമ്പോൾ ശ്രീ ടോം മാത്യു? വളരെ സങ്കീർണമായൊരു ചോദ്യമാണ് അത്. കാരണം നമ്മുടെയൊക്കെ അനുഭവം നമുക്കറിയാം. നമ്മളിപ്പം ആഗ്രഹിക്കുന്നത്, ഇപ്പം ഞാൻ ഒരു ബിബ്ലിക്കൽ പശ്ചാത്തലത്തിൽ പോലും ചിന്തിച്ചു കഴിഞ്ഞാൽ ഈശോ തന്നെ സ്വന്തം ഒരു സമാനത നിലനിർത്തേണ്ടെന്ന് ആഗ്രഹിക്കാതെ ഒരു ദാസന്റെ രൂപം സ്വീകരിച്ച് മനുഷ്യനായിട്ട് ഭൂമിയിൽ അവതരിച്ചു. മനുഷ്യനായി മാറി എന്നുള്ളതാണ്. ദൈവം മനുഷ്യനായി മാറി എന്നുള്ളിടത്താണ് വലിയൊരു സുവിശേഷം നിലനിൽക്കുന്നത്. അപ്പൊ എന്ന് പറയുന്ന പോലെ എത്രത്തോളം ഇപ്പൊ എൻ്റെ അനുഭവം എന്ന് പറയുന്നത്, ഞാൻ എത്രത്തോളം കുട്ടികളിൽ ഒരാളായി മാറുന്നോ അത്രത്തോളമാണ് ഞാനൊരു നല്ല അധ്യാപകനായി മാറുന്നത് എന്നുള്ളതാണ്. അതേ സമയത്ത് തന്നെ ഞാൻ എൻ്റെതായ ചില പ്രത്യേക തരത്തിലുള്ള കടുംപിടുത്തങ്ങളോ അല്ലെങ്കിൽ മസിലുകളോ ഒക്കെ പിടിച്ച് അവരിൽ നിന്ന് മാറി നിൽക്കാൻ ശ്രമിക്കുന്നതോളം പലപ്പോഴും പരാജയപ്പെടുന്നതായിട്ടാണ് കാണുന്നത്. പല തരത്തിൽ അതിനെ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. ഒന്ന്, നമുക്കറിയാം ഈ പഴയ കാലത്ത് ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ നേരത്തെ കൊണ്ട് വളരെ അടുപ്പം വളരെ സൗഹാർദ്ദത്തിൽ ഒക്കെയുള്ള അധ്യാപക ഗുരുശിഷ്യ ബന്ധങ്ങൾ നേരത്തെയും ഉണ്ടായിരുന്നു. അതേ സമയത്ത് ഇന്ന് നമ്മൾ ഇപ്പോൾ ഈ പറയുന്നത് പോലത്തെയുള്ള വളരെ കുഴപ്പം പിടിച്ച പിള്ളേർ എല്ലാ ഘട്ടത്തിലും ഉണ്ട്. അപ്പം അതേ സമയത്ത് തന്നെ ഈ പുതിയ കാലത്ത് കുട്ടികൾ ജീവിക്കുന്ന ഒരു സ്ഥലമുണ്ട്. അത് അവർ ഒരുപക്ഷെ റീൽസുകളിലോ അല്ലെങ്കിൽ മറ്റ് അത്തരത്തിലുള്ള സോഷ്യൽ മീഡിയ തുറന്നു തരുന്ന പുതിയൊരു പുത്തൻ ലോകത്തിന്റെ പ്രതിനിധികളാണ് അവരും. അപ്പോൾ സ്വാഭാവികമായിട്ട് കുട്ടികളോട് കൺവേ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, അല്ലെങ്കിൽ അവരോട് കൂടുതൽ അടുക്കാൻ കഴിയുന്ന, അവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന അത്തരം മാധ്യമങ്ങളെ വളരെ നല്ല നിലയിൽ ഉപയോഗിക്കുന്നത് കൊണ്ട് ദോഷമൊന്നുമില്ല. അതേ സമയത്ത് തന്നെ അതിൻ്റെ വളരെ രൂക്ഷത ഉണ്ടാക്കുന്ന വിധത്തിൽ, തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിൽ, കുട്ടികളിൽ എതിർസാക്ഷ്യങ്ങൾ ഉണ്ടാകുന്ന വിധത്തിൽ അവയെ ഉപയോഗിക്കുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പം നമുക്ക് നിലനിൽക്കുന്ന അല്ലെങ്കിൽ പുതുതായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഇത്തരം സാധ്യതകളെയോ അതിൻ്റെ രീതികളെയോ ഒന്നും നമുക്ക് മാറ്റി നിർത്തിക്കൊണ്ട് പുതിയ ലോകത്ത് മുമ്പോട്ട് പോകാൻ കഴിയുക എളുപ്പമല്ല. അതേ സമയത്ത് തന്നെ അതിനെ ഏറ്റവും സൂക്ഷ്മമായിട്ട് വിവേകത്തോടു കൂടി ഉപയോഗിക്കാനായിട്ട് അധ്യാപകർക്ക് കഴിയുക എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമായ കാര്യമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പം അതിൻ്റെ ആ മീഡിയയുടെയോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു കുഴപ്പം എന്നതിനേക്കാൾ അതേസമയത്ത് അത് വളരെ മോശമായിട്ട് ഉപയോഗിക്കുന്ന എത്രയോ സന്ദർഭങ്ങൾ നമുക്ക് അറിയാം. അതേ സമയത്ത് തന്നെ അതിനെ നല്ല നിലയിൽ ഉപയോഗിക്കാനും അത് കൈകാര്യം ചെയ്യാനായിട്ടും ഒക്കെയുള്ള ആർജവും അല്ലെങ്കിൽ അതിനുള്ള ശേഷിയും അധ്യാപകർ പുതിയ കാലത്ത് നേടിയെടുക്കേണ്ടതുണ്ട് എന്നാണ് ഞാൻ
വിചാരിക്കുന്നത്. ഓക്കെ, വളരെ കൃത്യമായിട്ട് അങ്ങത് അവതരിപ്പിച്ചു. തീർച്ചയായിട്ടും നല്ലൊരു തലമുറ വളർന്ന് വരട്ടെ. ഗുരുവും ശിഷ്യനും തമ്മിൽ ആരോഗ്യകരമായിട്ടുള്ള ഒരു ബന്ധം നിലനിൽക്കുന്ന നല്ലൊരു വിദ്യാർത്ഥി സമൂഹം വളർന്നു വരട്ടെ. അങ്ങനെ ഈ രാജ്യത്തിൻ്റെ ഭാവി ശോഭനമാകട്ടെ. വിദ്യാർത്ഥികളെ ലക്ഷ്യം വെച്ച് അവരെ കെണിയിലാക്കുക, ചതിയിലാക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന ലഹരി മാഫിയയ്ക്ക് തടയിടാനുള്ള ഒരു ആർജവത്വം ഇവിടുത്തെ ഭരണ നേതൃത്വത്തിനുണ്ടാകട്ടെ. അധ്യാപകർക്ക് ഭയം കൂടാതെ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുവാനുള്ള ഒരു സാഹചര്യം കൂടുതൽ സംജാതമാകട്ടെ. അധ്യാപക ജോലിയുടെ ആ ഒരു മഹത്വം, ആ ഒരു മാന്യത വിദ്യാർത്ഥികളും അത് തിരിച്ചറിയട്ടെ എന്ന വാക്കുകളോടെ ഇന്നത്തെ ബിഗ് ഡിബേറ്റ് അവസാനിപ്പിക്കുന്നു. ഇന്ന് ഈ ചർച്ചയിൽ വളരെ സജീവമായി പങ്കെടുത്ത ഫാദർ ജോൺസൺ പാലപ്പള്ളി CMI, ഫാദർ റോയ് കണഞ്ചിറ CMI, ഒപ്പം തന്നെ ശ്രീ ടോം മാത്യു, 3 പേർക്കും നന്ദി.